Good morning, all of you. Good morning. Today we are going to learn Hindi. All of you take textbook page number 20. Okay. അപ്പോൾ ഇന്ന് നമ്മൾ 5th ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 4 നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ ചാപ്റ്റർ 5 ജർണ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 5 ജർണ. ഓക്കെ, പേജ് നമ്പർ 20. ഓക്കെ, वो 5th ചാപ്റ്റർ എന്താണ് ചാപ്റ്ററിന്റെ നെയിം? ജർണ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ജർണ? നിങ്ങൾക്ക് അറിയാമോ? എന്താ ജർണയുടെ മീനിങ് എന്താ? വെള്ളച്ചാട്ടം. നിങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ടോ? എങ്ങനെയാണ് വെള്ളച്ചാട്ടം? വളരെ ഉയർന്ന മലയിൽ നിന്നും എന്ത് ചെയ്യും? താഴേക്ക് എന്ത് ചെയ്യുന്നു? വെള്ളം വന്ന് പതിക്കുന്നല്ലേ? കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ? ആണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ വെള്ളച്ചാട്ടം കാണാനായിട്ട്? വളരെയധികം നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളച്ചാട്ടം കാണുമ്പോൾ? സന്തോഷിപ്പിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് അല്ലേ? ആണോ? അപ്പൊ നമ്മുടെ ഈ ജർണ അല്ലേ വെള്ളച്ചാട്ടവുമായി അല്ലെ വാട്ടർഫാളുമായി ബന്ധപ്പെട്ട ഒരു പോയമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അരികത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ശബ്ദം കേൾക്കാറുണ്ട് അല്ലേ? വെള്ളം വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടു. നോക്കിക്കേ, ഫസ്റ്റ് ഒന്ന് പോയം റീഡ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കാം. നോക്കിക്കേ. जर 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 जरता जरना, आलस कभी न करता जरना, तक तक कभी न सोता जरना, प्यास सभी की हरता जरना, गीत प्रेम के गाता जरना, अपनी खुशी लुटाता जरना, नदियों का बचपन है जरना, धरती की धड़कन है जरना. ओके, എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളച്ചാട്ടത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ജർണ എന്താണ് മീനിങ്? വാട്ടർഫോൾ അല്ലേ? വെള്ളച്ചാട്ടം. അപ്പോ ജർ 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 അല്ലേ? വെള്ളത്തിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുകയാണ് അല്ലേ? ഓക്കേ, ജർ 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 ജർത്താ ജർണ അല്ലേ? വെള്ളച്ചാട്ടത്തിന് ആ ഒരു ശബ്ദമാണ് ആ ഒരു വരികളിൽ പറയുന്നത്. ആലസ് കബീ ന കർത്താ ജർണ. എന്താ ആലസ്? ആലസിന് അർത്ഥം അറിയാമോ? ലേസി അല്ലേ? എന്താണ്? ഒരു മടിയും ഇല്ലാതെ അല്ലേ? എന്താണ്? ഒരു അലസതയും കാണിക്കാതെ അല്ലേ? നമുക്കറിയാം വെള്ളച്ചാട്ടം എന്താണ്? നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് അല്ലേ? എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? എങ്കിൽ യാതൊരു അലസതയും അല്ലേ? യാതൊരു അലസതയും കാണിക്കാതെ ആണ് നമുക്ക് വെള്ളച്ചാട്ടത്തെ കാണാൻ. എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടല്ലേ? നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന വെള്ളച്ചാട്ടത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നല്ലേ? അപ്പൊ നോക്കി, ആലസ് കബീന കർത്താ ജർണ. അലസതയൊന്നും നമ്മുടെ വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. തകദർ കബീന സോത്താ ജർണ. പിന്നെ എന്താ പറയുന്നത്? അലസത കാണിക്കുന്നില്ല. പിന്നെന്താണ്? എന്താണ്? ടു ബി ടയേർഡ് അല്ലേ? നമുക്ക് എന്താണ്? കുറച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടയേർഡ് ആവും. കുറച്ചു പഠിക്കുമ്പോൾ നമ്മൾ എന്താവും? ടയേർഡ് ആവും അല്ലേ? അങ്ങനെ ഒന്നും ആർക്കില്ല? നമ്മുടെ വെള്ളച്ചാട്ടത്തിനില്ല. വെള്ളച്ചാട്ടം ഇടയ്ക്ക് വെച്ചൊന്നും വിശ്രമിക്കാനോ ഒന്നും പോകാറില്ല. എപ്പോഴും എന്താണ്? നല്ല ആക്റ്റീവ് ആയിട്ടല്ലേ? ഇടയ്ക്ക് ഉറങ്ങാനോ മറ്റും പോകുമോ? ഇല്ല. എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടാണ് ആരെ കാണുന്നത്? വെള്ളച്ചാട്ടത്തെ കാണുന്നത് അല്ലേ? അതാ ഈ രണ്ട് വരികളിൽ പറയുന്നല്ലേ? ആലസ് കബീന കർത്താ ജർണ. യാതൊരു അലസതയും കാണിക്കുന്നില്ല. തകദർ കബീന സോത്താ ജർണ അല്ലേ? യാതൊരു ടയേർഡും അല്ലേ? യാതൊരു മടിയും കാണിക്കാതെ നല്ല ആക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കുന്നത്? വെള്ളച്ചാട്ടത്തെ അല്ലേ? പ്യാസ് സഭി കി ഹർത്താ ജർണ. എന്താണ്? വെള്ളച്ചാട്ടത്തില് വെള്ളം എന്ത് ചെയ്യുന്നു? നമ്മുടെ എന്ത് ശമിപ്പിക്കുന്നു? ദാഹം ശമിപ്പിക്കുന്നു അല്ലേ? നോക്കിക്കേ, പ്യാസ് സഭി കി ജർത്താ ജർണ. എല്ലാവരുടെയും ദാഹം ഈ വെള്ളത്തിലൂടെ നമ്മുടെ വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു അല്ലെ? ശമിപ്പിക്കുന്നു. ഗീത പ്രേമിക്ക് ഗാത്താ ജർണ. വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു? പ്രണയഗാനം പാടുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ഗീത് പ്രേമിക്ക് ഗാത്താ ജർണ. അപ്പനെ ഖുഷി ലുടാത്താ ജർണ. വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് വളരെ വലിയ സന്തോഷമാണ് ആ ഒരു കാഴ്ച കാണാനായിട്ട് അല്ലേ? നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ലേ? അതുവഴി എന്ത് ചെയ്യുന്നു? വെള്ളച്ചാട്ടം എല്ലാവർക്കും
സന്തോഷം വിതർന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത് അല്ലേ. അപ്പനി ഖുഷി ലുടാത്ത ജർന, വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു, അതിന്റെ സന്തോഷം എന്ത് ചെയ്യുന്നു, വിതറുന്നു, എല്ലാവർക്കും പകരുന്നു. നദിയോട്ടോ ബച്ചുപൻ ഹേ ജർന, അല്ലെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഓരോരോ നദികളും കുഞ്ഞു കുഞ്ഞു പുഴകളും അരുവികളും ഒക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്, ഈ വെള്ളച്ചാട്ടമാണ്. മുകളിൽ നിന്ന് മലമുകളിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് പിന്നീട് ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അല്ലെ ഓരോരോ കൈവഴികളിലായിട്ട് എന്തായിട്ട് മാറുന്നത്, പുഴകളും അരുവികളും ഒക്കെ ആയിട്ട് മാറുന്നത് എവിടെ നിന്നാണ്, ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ നദികളുടെയൊക്കെ ബാല്യം അല്ലെ എവിടെയാണെന്ന് പറയാം, ഈ ഒരു വെള്ളച്ചാട്ടമാണെന്ന് പറയാം അല്ലെ. അവരുടെ ജന്മം എവിടെ നിന്നാണെന്ന് പറയാം, ഈ ഒരു ഈ വാട്ടർഫോളിൽ നിന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. നദിയോട്ടോ ബച്ചുപൻ ഹേ ജർന, അല്ലെ നദികളുടെ ബച്ചുപൻ അല്ലെ കുട്ടിക്കാലം അല്ലെ. എന്താണ് ബച്ചുപൻ എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയാം, ഈ ഒരു ജർണയാണ്, വെള്ളച്ചാട്ടമാണ്. ധർത്തിക്ക് ധഡ്കൻ ഹേ ജർന, അല്ലെ ഭൂമിയുടെ, ധർത്തി എന്താണ്, ഭൂമി അല്ലെ, എർത്ത്. ഭൂമിയുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളച്ചാട്ടമാണ്. ഭൂമിയുടെ ഹൃദയമിടിപ്പാണ് എന്തെന്ന് പറയുന്നത്, വെള്ളച്ചാട്ടം അല്ലേ. അപ്പോ എന്തൊക്കെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് അല്ലെ, വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുകയാണ് ഈ കവിതയിൽ അല്ലെ. എന്തൊക്കെയാ പറയുന്നത്, എന്താണ് നമ്മുടെ വെള്ളച്ചാട്ടം യാതൊരു അലസതയും കാണിക്കുന്നില്ല, പിന്നെ എന്താണ് വെള്ളച്ചാട്ടം ഒരിക്കലും ടയേർഡ് ആവുന്നില്ല, പിന്നെന്താ പറയുന്നത് വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു, എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കുന്നു, പിന്നെന്താണ് വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു, പ്രണയഗാനം പാടുന്നു, പിന്നെയോ വെള്ളച്ചാട്ടം അതിന്റെ സന്തോഷം എന്ത് ചെയ്യുന്നു, വിതറുന്നു, പിന്നെന്താണ് നമ്മുടെ നദികളുടെയൊക്കെ ബാല്യം ഈ ഒരു വെള്ളച്ചാട്ടമാണെന്ന് പറയുന്നു. പിന്നെന്താണ് ലാസ്റ്റ് പറഞ്ഞത്, നമ്മുടെ ഭൂമിയുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് തന്നെ വെള്ളച്ചാട്ടമാണെന്ന് പറയുന്നു അല്ലേ. എന്ത് നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ ടീച്ചറിനോട് റീഡ് ചെയ്യാം. ജർജർ ജർജർ ജർദാ ജർന, ആലസ് കബീന കർത്താ ജർന, തക്കർ കബീന സോത്താ ജർന, प्यास सभी की हरता जरना, गीत प्रेम की गाता जरना, अपनी खुशी लुटाता जरना, नदियों का बचपन है जरना, धरती की धड़कन है जरना. മനസ്സിലായല്ലോ ജർന എന്ന് പറയുന്ന വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഈ ഒരു കവിത മനസ്സിലായോ? ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് പുതിയ അർത്ഥങ്ങൾ പഠിച്ചു. ഇതൊക്കെയാണ് ജർന. എന്താണ് മീനിങ് പറഞ്ഞേ, എന്താ ജർന? വാട്ടർഫാൾസ് അല്ലേ. ജർണയുടെ മീനിങ് എന്താണ്? വാട്ടർഫാൾസ്. ആലസ് എന്താ മീനിങ്? ആലസ് ലേസി. എന്താണ് ആലസ്? ലേസി. ദഗ്ന എന്താണ്? ദഗ്നയുടെ മീനിങ് എന്താണ്? ടു ബി ടയേർഡ്. എന്താണ് ദഗ്ന? ടു ബി ടയേർഡ്. ഹർന എന്താണ്? ടു റിമൂവ്. ഹർന എന്താണ് മീനിങ്? ടു റിമൂവ്. നദി എന്താണ് നദിയുടെ അർത്ഥം? റിവർ. എന്താണ് നദി? റിവർ. ബച്പൻ ചൈൽഡ്ഹുഡ്. ബച്പന്റെ മീനിങ് എന്താണ്? ചൈൽഡ്ഹുഡ്. ധർത്തി മീനിങ് എർത്ത്. ധർത്തിയുടെ മീനിങ് എന്താണ്? എർത്ത്. ധഡ്കൻ ഹാർട്ട് ബീറ്റ്. എന്താണ് ധഡ്കന്റെ മീനിങ്? ഹാർട്ട് ബീറ്റ്. നമ്മൾ പറയാം നോക്കിക്കേ. ജർന വാട്ടർഫാൾസ്, ആലസ് ലേസി, ധഡ്ന ടു ബി ടയർഡ്, ഹർന ടു റിമൂവ്, നദി റിവർ, ബച്പൻ ചൈൽഡ്ഹുഡ്, ധർത്തി എർത്ത്, ധഡ്കൻ ഹാർട്ട് ബീറ്റ്. ഓക്കെ, അപ്പോൾ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് ഈ ഒരു അർത്ഥം എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, അതോടൊപ്പം കോപ്പി ബുക്കിലും വൺ ടൈം എഴുതി ടീച്ചറിന് അയച്ചു ടീച്ചർ വിളിക്കുമ്പോൾ ഈ മീനിങ്സ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് ഈ മീനിങ്സ് പഠിക്കുക. അതോടൊപ്പം നമ്മളിന്ന് പഠിച്ച ജർണ എന്നറിയപ്പെടുന്ന ഈ ഒരു ചാപ്റ്റർ എല്ലാവരും എന്ത് ചെയ്യുക? 2 ടൈംസ് റീഡ് ചെയ്യുക. ഓക്കെ, ചെയ്യല്ലോ. അപ്പോൾ എല്ലാവരും കോപ്പി ബുക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. മീനിങ്സ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ടീച്ചർ വിളിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലും ടീച്ചർ പഠിപ്പിച്ചത്? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിന് ചോദിച്ചിരുന്നോ? ഓക്കെ, താങ്ക് യു.
മോർണിംഗ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ രാവിലെ? പഠിക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സോഷ്യൽ സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? എർത്ത് സോളാർ സിസ്റ്റത്തിലെ ഭൂമിയും സൗരയൂഥവും, എർത്തും സോളാർ സിസ്റ്റം നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ? കുറെ സെലസ്റ്റിയൽ ബോഡീസ് എന്താണെന്ന് പറഞ്ഞു, സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ? ഗാലക്സി, സൺ, പിന്നെ എന്തായിരുന്നു അങ്ങനെ കോൺസ്റ്റലേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ പ്ലാനറ്റ് എന്താണെന്ന് പഠിച്ചാണ് അല്ലേ? സോളാർ സിസ്റ്റം സ്റ്റഡി ചെയ്തു. സോളാർ സിസ്റ്റം പറയുമ്പോൾ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ചേർന്നതാണ് സോളാർ സിസ്റ്റം നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പം സോളാർ സിസ്റ്റത്തിൽ നമ്മൾ 8 പ്ലാനറ്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ നമ്മൾ 8 പ്ലാനറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്ലാനറ്റ്സിന്റെ മോഷൻസിനെ കുറിച്ച്, എന്താണ് ചലനത്തെ കുറിച്ചില്ലേ? പ്ലാനറ്റ്സിനെയും അതിന്റെ മോഷൻസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? എന്താണ് the planets have 2 type of motion. ഒരു പ്ലാനറ്റ്സിന് ഗ്രഹങ്ങൾക്ക് എന്താണ് 2 തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, റെവല്യൂഷനും റൊട്ടേഷനും. ഏതൊക്കെയാണ്? റെവല്യൂഷൻ ആൻഡ് റൊട്ടേഷൻ. ഒരു പ്ലാനറ്റിന് എന്താണ് റെവല്യൂഷൻ, റൊട്ടേഷൻ എന്ന് പറയുന്ന 2 ചലനങ്ങൾ, മോഷൻ ഉണ്ടല്ലേ? നമുക്ക് സ്റ്റഡി ചെയ്യാം. നോക്കിക്കേ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് റെവല്യൂഷൻ? നോക്കിക്കേ, റെവല്യൂഷൻ all planets revolve around the sun in the anti-clockwise direction. എന്താണ്? എല്ലാ പ്ലാനറ്റും എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യനെ അറൗണ്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ഒരു ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ്, ഒരു എതിർ ഘടികാര ദിശ. ആന്റി ക്ലോക്ക്വൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എതിർ ഘടികാര ദിശയിലാണ് എല്ലാ പ്ലാനറ്റ്സും നമ്മുടെ സൂര്യനെ വലം വയ്ക്കുന്നത്. Each planet revolves in its own slightly elliptical path called orbit. എന്താണ്? ഈ എല്ലാ വലം വയ്ക്കുന്ന എല്ലാ പ്ലാനറ്റ്സിനും അതിൻ്റെതായ ഒരു സഞ്ചാര പാത ഉണ്ടായിരുന്നു. അപ്പൊ ആ പാതയിൽ കൂടിയാണ് അവരെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നത്. അങ്ങനെയുള്ള എലിപ്റ്റിക്കൽ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം, സഞ്ചാര പഥം എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ്? ഓരോ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഭ്രമണപഥം, സഞ്ചാര പാത ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, look like an elongated circle. എന്താണ് ഒരു elongated circle എന്ന് വെച്ചാൽ ഒരു എന്താണ്? നീളമേറിയ വൃത്തം, ഒരു ദീർഘവൃത്താകൃതിയിലായിരിക്കും ആ ഒരു ഓർബിറ്റിന്റെ ആ ഷേപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ എലിപ്സിന്റെ എലിപ്സ് എങ്ങനെ കാണാനെങ്കിൽ ആ സഞ്ചാരപഥം എങ്ങനെയായിരിക്കും? ആ ഒരു എന്താണ്? ഒരു നീളമേറിയ വൃത്തം, ഒരു ദീർഘവൃത്താകൃതിയിലായിരിക്കും ആ എലിപ്സ് കാണാനുണ്ടാവുക അല്ലേ? ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാനറ്റിന്റെ മോഷനിൽ ഒന്നാണ് റെവല്യൂഷൻ. 2 മോഷനുള്ള റെവല്യൂഷനും റൊട്ടേഷനും. അപ്പൊ റെവല്യൂഷൻ എന്ന് പറഞ്ഞാല് all planets revolve around the sun in the anti-clockwise direction. എല്ലാ പ്ലാനറ്റ്സും സൂര്യനെ വലം വയ്ക്കുന്നത് ഒരു anti-clockwise directionൽ ആയിരിക്കും. Each planet revolves in its own slightly elliptical path called orbit. എല്ലാ പ്ലാനറ്റ്സിനും അതിൻ്റെതായ ഭ്രമണപഥം, സഞ്ചാരപഥം, സൂര്യനെ വലം വയ്ക്കാൻ അതിൻ്റെതായ സഞ്ചാരപഥം ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഓർബിറ്റ് എന്ന് വിളിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ എലിപ്സ് look like an elongated circle. ആ എലിപ്സ് എങ്ങനെയാണ് കാണാൻ? നമുക്കൊരു നീളമേറിയ വൃത്തം, നമ്മൾ എന്ത് പറയും? ഒരു ദീർഘവൃത്താകൃതിയായിരിക്കും ആ എലിപ്സ് കാണാൻ. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിക്കേ, since Mercury is closest to the sun. എന്താണ്? മെർക്കുറി, ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തല്ലേ? മെർക്കുറിയാണ് ബുധനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാല് മെർക്കുറി, ബുധനാണ്. It has the shortest orbit. അപ്പൊ അതിന്റെ സഞ്ചാര ഭ്രമണപഥം എന്താണ്? കുറവായിരിക്കും. കാരണം എന്താണ്? സൂര്യൻ അടുത്ത് കിടക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ സൂര്യനെ വലം വയ്ക്കാൻ കുറച്ച് സമയം മതി നമ്മുടെ മെർക്കുറിക്ക്. Therefore it takes the least time 88 days. അപ്പൊ എന്താണ്? മെർക്കുറി എടുക്കുന്ന ദിവസം എത്ര? 88 days മതി സൂര്യനെ അതിനെ വലം വയ്ക്കാൻ. കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിക്ക് കുറച്ച് ദിവസം മതി സൂര്യനെ വലം വെച്ച് തീർക്കാൻ. The Earth takes about 365 days and 6 hours. അപ്പോൾ നമ്മുടെ ഭൂമിയോ 365 ദിവസവും എടുക്കും. എത്ര? 6 hours അല്ലേ? 360 ദിവസവും എടുക്കും. അതുപോലെ തന്നെ എന്താണ്? 360 ദിവസവും
സൂര്യനിൽ നിന്നും കുറച്ചുകൂടെ മെർക്കുറിയെക്കാട്ടിയും കുറച്ചുകൂടെ അകലത്തിൽ നിൽക്കുന്നതാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൂര്യനെ ചുറ്റാൻ നമ്മുടെ ഭൂമി എടുക്കുന്ന സമയമാണ് 365 days and 6 hours. പിന്നെ നോക്കിക്കേ, while Neptune, the farthest planet from the sun, takes nearly 165 years to complete one revolution. അപ്പൊ എന്താണ് നമ്മുടെ നെപ്റ്റ്യൂൺ ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഫാർത്തസ്റ്റ് പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ നെപ്റ്റ്യൂൺ നമ്മുടെ സൂര്യനെ ചുറ്റാൻ എടുക്കുന്നത് ഇതാണ് വളരെ കൂടുതൽ സമയമാണ്. ഓക്കെ, 165 ഇയേഴ്സ് ആണ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ നെപ്റ്റ്യൂൺ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. എത്രയാണ്? 165 ഇയർ. അത്രയും വർഷം എടുക്കും നെപ്റ്റ്യൂൺ നമ്മുടെ സൂര്യനെ റെവല്യൂഷൻ അതായത് വരച്ച് തീരാൻ അത്രയും ടൈം എടുക്കും. കാരണം നെപ്റ്റ്യൂൺ ഫാർത്തസ്റ്റ് പ്ലാനറ്റ് ആണ്, സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എന്ന് പറയുന്നത് നമ്മുടെ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? സിൻസ് മെർക്കുറി ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ, മെർക്കുറി ആണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം. ബുധൻ ഇപ്പോഴത്തെ ഷോർട്ടസ്റ്റ് ഓർബിറ്റ് അതെന്താണ്? കുറച്ച് എന്താണ് പറഞ്ഞാൽ ചെറുതാണ്. കാരണം എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ്. അത് എത്ര ദിവസം എടുക്കും? എന്താണ് ലീസ്റ്റ് ടൈം കുറച്ച് സമയം എടുക്കത്തുള്ളൂ സൂര്യനെ വലം വയ്ക്കാൻ. 88 days മാത്രമേ എടുക്കത്തുള്ളൂ ആര്? മെർക്കുറി സൂര്യനെ വലം വയ്ക്കാൻ. അതുപോലെ നോക്കിക്കേ, ദ എർത്ത് ടേക്ക് അബൌട്ട് 365 days and 6 hours. നമ്മുടെ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ് സൂര്യനെ വലം വയ്ക്കാൻ? 360 ദിവസവും 6 മണിക്കൂറും. നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് റെവല്യൂഷൻ നടന്നല്ലേ. സൂര്യനെ വലം വയ്ക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാണ്? നമ്മുടെ നെപ്റ്റ്യൂൺ ആണ്. കാരണം ഏറ്റവും ഫാർത്തസ്റ്റ് പ്ലാനറ്റ് ആണ്, സൂര്യനിൽ നിന്നുള്ള ഫാർത്തസ്റ്റ് പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. അപ്പൊ അത് എത്ര സമയം എടുക്കുന്നു? 165 ഇയേഴ്സ്. അത്രയും ടൈം പീരീഡ് എടുക്കും ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ. നമ്മൾ റെവല്യൂഷൻ ആണ് പറഞ്ഞത്. എന്താണ് റെവല്യൂഷൻ? എന്താണ് റൊട്ടേഷൻ? റെവല്യൂഷൻ റൊട്ടേഷൻ എന്താണ്? പ്ലാനറ്റിന്റെ മോഷനാണ്, ചലനത്തെയാണ് നമ്മൾ റെവല്യൂഷൻ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ പ്ലാനറ്റ്സും ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എല്ലാ പ്ലാനറ്റ്സും സൂര്യനെ വലയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണെന്ന് പറഞ്ഞു. ഈച്ച് പ്ലാനറ്റ് റിവോൾവ് ഇൻ ഇറ്റ്സ് ഓൺ സ്ലൈറ്റ്ലി എലിപ്റ്റിക്കൽ പാത്ത് ആണ് ഓർബിറ്റ്. എല്ലാ ഗ്രഹങ്ങൾക്കും പ്ലാനറ്റ്സിനും അതിൻ്റെതായ സഞ്ചാരപഥം ഉണ്ടാക്കി. അതിനാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചത് ഇല്ലേ. അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? എലിപ്സിന്റെ ഷേപ്പ് എന്നാണ് പറയുന്നത് ഒരു എന്താണ് എലോങ് സർക്കിൾ, അതായത് ദീർഘവൃത്താകൃതി, നീളമേറിയ വൃത്തം, അങ്ങനെ ആയിരിക്കും അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി എന്താണ് റൊട്ടേഷൻ. ഇപ്പൊ റെവല്യൂഷൻ എന്താണ് നമ്മൾ നോക്കി. അത് എന്താണ് റൊട്ടേഷൻ? റൊട്ടേഷൻ നോക്കി, അപ്പാർട്ട് ഫ്രം റിവോൾവിംഗ് അറൗണ്ട് ദ സൺ, സൂര്യനെ ഓരോ ഗ്രഹങ്ങളും വലവിക്കുന്നുണ്ട്, അറൗണ്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് പ്ലാനറ്റ് സ്പിൻസ് ഓർ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ് ആക്സിസ്. അപ്പൊ സൂര്യനെ വലവിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ഗ്രഹങ്ങളും ഓരോ പ്ലാനറ്റ്സും അതിൻ്റെതായ ആക്സിസിൽ എന്ത് ചെയ്യുന്നു? വലം വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നു? സൂര്യനെ വലം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ ഗ്രഹങ്ങളും അതിന്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. Okay, the Earth axis is the imaginary line joining the North Pole and the South Pole through the center of the Earth. എന്താണ്? ഇപ്പൊ നമ്മുടെ ഭൂമിയുടെ ആക്സിസ്, എർത്തിന്റെ ആക്സിസ് എന്താണ്? ഭൂമിയുടെ എന്താണ്? സെന്റർ ഓഫ് ദ എർത്ത്. സെന്റർ ഓഫ് ദ എർത്തിൽ നോർത്ത് പോളും സൗത്ത് പോളും കൂടി ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്നത്. എർത്തിന്റെ ആക്സിസ് എന്ന് വെച്ചാൽ എങ്ങനെ വരും? നമ്മുടെ നോർത്ത് പോൾ ഉത്തര ധ്രുവം, സൗത്ത് പോൾ ദക്ഷിണ ധ്രുവം. ഈ നോർത്ത് പോളും സൗത്ത് പോളും കൂടി നമ്മുടെ സെന്റർ ഓഫ് ദ എർത്തിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതാണ് the earth axis, the imaginary line joining the north pole and the south pole through the center of the earth. From above the north pole, the earth appears to rotate in the anti-clockwise direction. എന്താണ് നമ്മുടെ from above the north pole? നോർത്ത് പോളിന് മുകളിലോട്ട് ഭൂമി എന്ത് ചെയ്യുന്നു? ആന്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. This means that a place on the west side of the earth appears to go towards the east. അപ്പോൾ നമുക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ on a road trip, if you go from west to east, distant object like mountains seem to move from east to west. Similarly, since the earth rotates from west to east, the sun appears to move from the east to west. അതാണ് എന്താണ് പറയുന്നത്? നമുക്കിപ്പം ഭൂമിയിൽ എന്താണ് ഭൂമി നോർത്ത് പോളിന് മുകളിലായിട്ട് ഭൂമി എങ്ങനെ വലഞ്ഞിരിക്കുന്നു? ഒരു ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മളിപ്പോ ഈസ്റ്റിലോട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സൈഡിൽ കാണുന്ന വൃക്ഷങ്ങളും മലകളും എല്ലാം എന്താണ്? നമ്മൾ ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അതെല്ലാം വെസ്റ്റിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കാരണം എന്താ? ഭൂമി ഇങ്ങനെ നോർത്ത് പോളിൽ എന്താണ് എബോവ് ദ നോർത്ത് പോളിൽ ഭൂമി ആന്റി ക്ലോക്ക്വൈസ്
ഡയറക്ഷനിൽ വലം വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മൾ ഈസ്റ്റിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളെല്ലാം സാധനങ്ങളെ എന്ത് ചെയ്യും, വെസ്റ്റിലോട്ട് പോകാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്താണ് റൊട്ടേഷൻ പറഞ്ഞത്? അപ്പാർട്ട് ഫ്രം റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഈച്ച് പ്ലാനറ്റ് സ്പിൻസ് ഓർ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ് ആക്സിസ്. ഇപ്പൊ എന്താണ്, സൂര്യനെ വലം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെതായ സ്വന്തം അക്ഷതകളിലൊന്ന് വലം വയ്ക്കുന്നുണ്ട്. എർത്ത് ആക്സിസ്, എർത്തിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭൂമിയുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ദ എർത്തിൽ നോർത്ത് പോളും സൗത്ത് പോളും ജോയിൻ ചെയ്ത് ഇമാജിനറി ലൈൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എർത്തിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? A day on a planet is the time taken by it to complete one rotation. അപ്പൊ എന്താണ്, ഒരു ദിവസം ഒരു ഡേയ്സിൽ എന്താണ് ഒരു ദിവസമാണ് നമ്മുടെ പ്ലാനറ്റ് എല്ലാം അതിനെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ ഓരോ പ്ലാനറ്റും എടുക്കുന്ന ടൈം ഓരോ ഡേ ആണ്. The Earth complete എന്ത് ചെയ്യുന്നു, a rotation in about 23 hours and 56 minutes. അപ്പൊ എന്താണ്, നമ്മുടെ ഭൂമി ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, എർത്ത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 hours 56 minutes ആണ്. അതുപോലെ ജൂപ്പിറ്റർ റൊട്ടേറ്റ് ഫാസ്റ്റസ്റ്റ്. ജൂപ്പിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, വ്യാഴമാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത്. ആരാണ്? ജൂപ്പിറ്റർ ആണ്. It takes 9 hours and 55 minutes to complete rotation. അപ്പൊ ജൂപ്പിറ്റർ എടുക്കുന്ന ടൈം എത്ര ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ? 9 hours 55 minutes, 9 മണിക്കൂർ 55 മിനിറ്റും ആണ് നമ്മുടെ ജൂപ്പിറ്റർ വ്യാഴം എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഭൂമി എടുക്കുന്നതോ എർത്തൊരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര കഴിഞ്ഞില്ല? 23 hours and 56 minutes. നോക്കിക്കേ, thus it has the shortest day, Venus takes the longest time. അപ്പം ജൂപ്പിറ്റർ ആണ് ഏറ്റവും കുറച്ച് സമയത്തുള്ള റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത് ജൂപ്പിറ്റർ ആണ്. എങ്കിൽ നോക്കിക്കേ, വീനസ് ടേക്ക് ദ ലോങ്ങസ്റ്റ് ടൈം. വീനസ് ആണ് എന്ത് ചെയ്യുന്നത്, ശുക്രനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ട് റൊട്ടേഷൻ പൂർത്തിയാക്കുന്ന ആളാണ് വീനസ് ആണ്, നമ്മുടെ ശുക്രനാണ്. A day on Venus is as long as 243 days on Earth. അതായത് എന്താണ്, 243 ദിവസമാണ് എർത്തിൽ നിന്ന് ആരെടുക്കുന്നത്, നമ്മുടെ വീനസ് എടുക്കുന്നത്. അപ്പൊ നമ്മള് പ്ലാനറ്റ്സിന്റെ മോഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 type of motion ഉണ്ട്, റൊട്ടേഷനും റെവല്യൂഷനും. എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നത്, സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. പിന്നെന്താണ്, ഈ ഓരോ പ്ലാനറ്റ്സിനും അതിൻ്റെതായ സഞ്ചാരപഥം, ഒരു ഭ്രമണപഥം, അതാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചത്. ആ എലിപ്സ് ആ ഒരു സഞ്ചാരപഥം ഏത് അർത്ഥത്തിലായിരിക്കും, ഒരു ദീർഘവൃത്താകൃതിയിലായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മുടെ റൊട്ടേഷൻ, എന്തായിരുന്നു റൊട്ടേഷൻ? അപ്പാർട്ട് ഫ്രം റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ഈച്ച് പ്ലാനറ്റ് സ്പിൻസ് ഓർ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ് ആക്സിസ്. എന്താണ്, സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്ലാനറ്റ്സും അതിൻ്റെതായ ഒരു അക്ഷതണ്ടിൽ വലം വയ്ക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് എർത്തിന്റെ ആക്സിസ് ഏതാണെന്ന് പറഞ്ഞത് ഒരു ഇമാജിനറി ലൈനാണ്. എന്തൊക്കെ ചേർന്ന് ജോലി ചെയ്യുന്നുണ്ടാവുകയാണ്? നോർത്ത് പോളും സൗത്ത് പോളും കൂടി നമ്മുടെ ഭൂമിയുടെ എന്താണ് സെന്റർ ഓഫ് ദ എർത്തിൽ വെച്ച് രൂപം കൊള്ളുന്ന ഒരു ഇമാജിനറി ലൈനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എർത്തിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, ഓരോ പ്ലാനറ്റ്സ് അതിന്റെ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര ടൈം എടുക്കുമെന്ന് നോക്കിയില്ലേ. ഭൂമി എത്ര ടൈം എടുത്തിട്ടാണ് അതിന്റെ റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത്? 23 hours 56 minutes. അതുപോലെ തന്നെ ജൂപ്പിറ്ററാണ് ഏറ്റവും എന്താണ് പെട്ടെന്ന് ഈ റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത് നമ്മുടെ ജൂപ്പിറ്റർ ആണ്. 9 hours 55 minutes ആണ് ജൂപ്പിറ്റർ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. വീനസ് ആണ് കൂടുതൽ സമയം എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ റൊട്ടേഷൻ റെവല്യൂഷൻ മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത് നമ്മൾ നോക്കുന്നത് എ യുണീക് പ്ലാനറ്റ്. എന്താണ് എർത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ്, ഒരു യുണീക് പ്ലാനറ്റ് ആണില്ലേ. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു യുണീക് പ്ലാനറ്റ് ആണില്ലേ. എന്താണ്, ഭൂമി എന്ന് പറഞ്ഞാൽ അതുല്യമായ ഗ്രഹമാണ്, ഒരു യുണീക് പ്ലാനറ്റ് ആണ് ഭൂമി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നതാണ് ഭൂമിയിലാണ്, എല്ലാ ചൊവ്വയിലെ മുകളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഭൂമിയിലാണ്. അപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, യുണീക് പ്ലാനറ്റ് ആണ്, എന്താണ്, ഒരു അതുല്യമായ ഗ്രഹം എന്നാണ് പറയുന്നത്. നോക്കിക്കേ, the earth is the 5th largest planet. It is a sphere which is slightly flatter at the
പോൾസ്. അതായത് എന്താണ് ഭൂമി എന്ന് പറയുന്നത് എന്താണ് ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ഫിയർ വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ അറ്റ് ദ പോൾസ്. എന്താണ് നമ്മുടെ ഭൂമി എന്നൊരു ഗോളാകൃതിയാണെങ്കിലേ ഒരു എന്താണ് ഒരു ഗോളാകൃതിയാണെങ്കിലും ധ്രുവങ്ങളിൽ എന്താണ് ഫ്ലാറ്റ് അറ്റ് ദ പോൾസ്. അപ്പൊ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻ അറ്റ് ദ പോൾസ് എന്ന് വെച്ചാൽ ധ്രുവങ്ങൾ അതെന്താണ് ചെറുത് അല്ലെങ്കിൽ ചരിഞ്ഞാണ് കാണപ്പെടുന്നത്. From a spacecraft, the land on Earth look a mixture of green and brown. നമ്മളൊരു ബഹിരാകാശ പേടകത്തിൽ നിന്ന് ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ എങ്ങനെയായിരിക്കും ഭൂമിയുടെ ലാൻഡ് അല്ലെങ്കിൽ ഭൂമിയുടെ ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഗ്രീൻ ബ്രൗൺ കളറിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മൾ ബഹിരാകാശ പേടകത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹിരാകാശ പേടകത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിലെ ലാൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? മിക്സ്ചർ ഓഫ് ഗ്രീൻ ആൻഡ് ബ്രൗൺ. ഒരു ഗ്രീനും ബ്രൗണും കലർന്ന ഒരു നിറമായിരിക്കും നമ്മുടെ ഭൂമിയിലെ ലാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ സ്പേസ് ക്രാഫ്റ്റിലെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് നോക്കുമ്പോൾ ദ ഓഷ്യൻ വിച്ച് കവർ മോർ ഏരിയ ദാൻ ദ ലാൻഡ്. എന്താണ് നമ്മുടെ ലാൻഡിനേക്കാളും കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിടക്കുന്ന എന്താണ്? ഓഷ്യൻ ആണല്ലേ, സമുദ്ര കടലാണല്ലേ. സോ ലുക്ക് ബ്ലൂ. നമുക്ക് എന്താണ് ബ്ലൂ ആണ് കാണാൻ കഴിയുന്നത്. നീല നിറം, കടൽ നീല നിറമല്ലേ. The Earth is therefore called a blue planet. എർത്തിനെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്, നീലഗ്രഹം. കാരണം എന്താണ് ലാൻഡിനേക്കാളും കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിടക്കുന്നത് സമുദ്രങ്ങളാണ്, ഓഷ്യനാണ്. അപ്പൊ അതിന് ബ്ലൂ കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എർത്തിനെ എന്തെന്ന് വിളിക്കുന്നു? ബ്ലൂ പ്ലാനറ്റ് എന്നും വിളിക്കുന്നുണ്ട്. നോക്കിക്കേ, the Earth is unique planet to the solar system. It is the only planet on which life exists. എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ ഒരു യൂണിക് ഒരു സവിശേഷ ഗ്രഹം തന്നെയാണ്, സവിശേഷ പ്ലാനറ്റ് ആണ്, യൂണിക് പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഓൺ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ലൈഫ് എക്സിസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതം സാധ്യമാകുന്ന ഒരു ഗ്രഹം ഏതാണ്? ഒരു പ്ലാനറ്റ് ഏതാണ്? നമ്മുടെ എർത്ത് ആണല്ലേ. എർത്തിലാണ് ജീവിതം പോസിബിൾ ആയിട്ടുള്ളത്. എവിടെയാണ്? നമ്മുടെ ഭൂമിയിലാണ്. This is because the conditions required to support life are found only on Earth. അതിന് കാരണം എന്താണ്? നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന സിറ്റുവേഷൻ, സാഹചര്യം, കണ്ടീഷൻസ് എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഭൂമി എന്താണെന്ന് പറഞ്ഞ ഒരു യൂണീക് എന്താണ് പ്ലാനറ്റ്, ഒരു സവിശേഷമായ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നമ്മൾ എന്താ പറയുക? എർത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണല്ലേ. ഗ്രഹങ്ങൾ നോക്കുന്ന അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ ബഹിരാകാശ പേടകത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ലാൻഡിന്റെ നിറം എന്താണ്? ഒരു മിക്സ്ചർ, ഗ്രീൻ ബ്രൗൺ മിക്സ്ചർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടിന്റെയും കൂടെ ഒരു കൂടിച്ചേർന്ന നിറമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഓഷ്യൻ വിച്ച് കവർ മോർ ഏരിയ ദാൻ ദ ലാൻഡ്. ലാൻഡിനേക്കാളും കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിടക്കുന്നത് ഓഷ്യനാണ്. ഓഷ്യന്റെ കളറില്ല ബ്ലൂ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഭൂമി എന്ന് വിളിക്കുന്നത് എന്താണ്? ഇത് ബ്ലൂ പ്ലാനറ്റ്, എന്താണ് നീലഗ്രഹം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഒരു യൂണീക് പ്ലാനറ്റ്, ഒരു സവിശേഷത നിറഞ്ഞ ഗ്രഹമാണ് നമ്മുടെ ഭൂമി എർത്ത് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ജീവൻ നിലനിൽക്കുന്നല്ല, നമ്മൾ ജീവിതം സാധ്യമാകുന്ന ഒരു ഗ്രഹമാണ് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതം സാധ്യമാണെങ്കിൽ എന്താണ്? ആ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കണ്ടീഷൻസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇനി നമ്മൾ നോക്കുന്നത് now let us see what these conditions. അപ്പൊ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഭൂമിയിൽ ഉള്ളത് നമുക്ക് ജീവിക്കാൻ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിതം സാധ്യമാക്കിയിട്ടുള്ള എന്തൊക്കെ കണ്ടീഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളതെന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. എന്താണ്? മിതമായ താപനില അല്ലെ. നമുക്ക് താപനില കറക്റ്റ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭൂമിയിൽ എന്തുണ്ട്? മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്, മിതമായ താപനിലയാണ് ഭൂമിയിലുള്ളത്. നോക്കിക്കേ, the amount of heat a planet receives from the sun depend on its distance from the sun. the amount of heat എന്ന് പറഞ്ഞാൽ അതായത് എന്താണ്? ആ ചൂട് എന്താണ്? ഒരു പ്ലാനറ്റിലെ ചൂടെന്ന് പറയുന്നത് എന്താണ്? അതാ സൂര്യനിൽ നിന്നുള്ള അകലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണെങ്കിൽ അവിടുത്തെ ചൂട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ സൂര്യനിൽ നിന്ന് കുറെ അകലത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ അവിടുത്തെ ചൂട് എന്തായിരിക്കും? കുറഞ്ഞ അകല ചൂടായിരിക്കും. സൂര്യനിലായിട്ട് എത്രമാത്രം അടുത്ത് കിടക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഓരോ പ്ലാനറ്റിലെയും ഹീറ്റ് എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണെങ്കിൽ അതിൽ ചൂട് കൂടുതലായിരിക്കും. ആ പ്ലാനറ്റിന്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. എങ്കിലും സൂര്യനിൽ നിന്ന് കുറച്ചുകൂടെ എന്താണ് ദൂരം വരെ പോകുന്നതോറും ഈ ചൂടിന്റെ അളവ് കുറഞ്ഞു വരുന്നു. നോക്കിക്കേ, Neptune is the farthest planet and
കോൾഡസ്റ്റ്. എന്താണ് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കോൾഡസ്റ്റ് തണുപ്പായില്ലേ, സൂര്യനിൽ നിന്ന് അത്രമാത്രം ചൂട് നെപ്റ്റ്യൂണിൽ എത്തിച്ചേരുന്നില്ല, കാരണം ദൂരെ കിടക്കുക, സൂര്യനിൽ നിന്ന് കുറെ ദൂരെ കിടക്കുവാണ്. The average temperature on Neptune is about 225 degrees Celsius. അവിടുത്തെ average temperature 225 degrees Celsius. On Mercury and Venus, which are closer to the Sun, എന്താണ് മെർക്കുറി വീനസും ആണ് സൂര്യനിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം. The temperature go above 400 degrees Celsius. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 degrees Celsius ആണ്. കാരണം എന്താണ്? അത് രണ്ടും സൂര്യനോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ്. അപ്പൊ എന്താണ് ചൂടും കൂടുതലായിരിക്കും. The Earth is the third planet from the Sun. അപ്പൊ സൂര്യനിൽ നിന്ന് മൂന്നാമതുള്ള ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. It has an average temperature of 22 degrees Celsius. This temperature is suitable for plants and animals. എന്താണ്? അപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് മൂന്നാമത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ എന്താ? നമുക്ക് ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് ജീവിക്കാൻ പറ്റിയ ടെമ്പറേച്ചർ ഇവിടെ എത്രയാണ്? 22 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ടെമ്പറേച്ചർ ഈസ് സൂട്ടബിൾ ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ഈ ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം സാധ്യമായിട്ടുള്ളതാണ്, അല്ലെ, ജീവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ എന്തെന്നായിരിക്കുന്നത് ജീവിതം സാധ്യമാകുന്നത്. നമുക്ക് നെപ്റ്റ്യൂണിൽ പോകാൻ പറ്റില്ല, അവിടെ എന്താണ് ചൂടില്ല, നല്ല തണുപ്പാണ്. പക്ഷെ നമുക്ക് വീനസിലും മെർക്കുറിയിലും പോകാൻ പറ്റും, അവിടെ പോകാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഭൂമിയിലാണെങ്കിൽ കറക്റ്റ് ആവറേജ് ടെമ്പറേച്ചറെ ഉള്ളൂ, എത്രയാണ്? 22 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഭൂമിയിൽ ജീവിതം സാധ്യമാണ്. അപ്പൊ നമ്മൾ ഏത് കണ്ടീഷനാണ് ഫസ്റ്റ് നോക്കിയത്? നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിതം സാധ്യമാക്കാൻ കുറെ കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞില്ല, അതിലെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ മോഡറേറ്റ് ടെമ്പറേച്ചർ, മിതമായ താപനില. അപ്പൊ താപനില മിതമാണ്, അല്ലെങ്കിൽ താപനില കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, ജീവിക്കാൻ സാധിക്കൂ. അടുത്ത നോക്കിക്കേ, രണ്ടാമത്തെ കണ്ടീഷനാണ് വാട്ടർ ഇൻ ലിക്വിഡ് ഫോം. ഇല്ല, എന്താണ്? ജലം ലിക്വിഡ് ഫോമിൽ നമുക്ക് കിട്ടണം, അല്ലെ, എന്ന് വെച്ചാൽ നമുക്ക് കുടിക്കണം, അല്ലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ജലം എന്ത് വേണം? ലിക്വിഡ് ഫോമിൽ നമുക്ക് കിട്ടണം, അല്ലെ, ദ്രാവക രൂപത്തിൽ നമുക്ക് കിട്ടിയാലേ അങ്ങനെ ജലം കിട്ടുന്നത് നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പൊ അങ്ങനെ ദ്രാവക രൂപത്തിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ലൈഫ് പോസിബിൾ ആകത്തുള്ളൂ. നോക്കിക്കേ, യു നോ ദാറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് വാട്ടർ. ഇല്ലേ, പ്ലാന്റ്സിനും ആനിമൽസിനും വാട്ടർ വേണം, അത് നമുക്കും വേണ്ടേ, നമുക്കും വാട്ടർ വേണം. The Earth is the only planet on which liquid water is found. On some other planets, water is found only in frozen form. എന്താണ്? അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ ആനിമൽസിനും പ്ലാന്റ്സിനും വെള്ളം വേണം. അപ്പൊ എങ്ങനെയുള്ള വെള്ളം അവർക്ക് വേണ്ടത്? നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള വെള്ളം, ദ്രാവക രൂപത്തിലുള്ള വാട്ടറെ നമുക്ക് പ്രയോജനപ്പെടും. അപ്പൊ എന്താണ്? ബാക്കി ഭൂമിയിൽ മാത്രമേ ഇങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ കിട്ടുന്നുള്ളൂ. ബാക്കി പ്ലാനറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഫ്രോസൺ ഫോം, അതായത് ഐസ് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ തണുത്ത ഫ്രോസൺ ഫോമിലുള്ള എന്താണ് വാട്ടറാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ അതവിടെ ജീവിതം പോസിബിൾ ആണോ? ലൈഫ് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ വാട്ടർ കിട്ടുന്നത് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിലാണ്, അവിടെ മാത്രം എന്താണ് അപ്പൊ ലൈഫ് പോസിബിൾ ആകും. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി നമ്മൾ വാട്ടർ ഇൻ ലിക്വിഡ് ഫോം. ഫസ്റ്റ് കണ്ടീഷൻ ഏതായിരുന്നു? മോഡറേറ്റ് ടെമ്പറേച്ചർ, മിതമായ താപനില. നമ്മുടെ ഭൂമിയിൽ മാത്രമേ മിതമായ താപനിലയുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വാട്ടർ ഇൻ ലിക്വിഡ് ഫോം, വെള്ളം എന്ത് ചെയ്യുന്നത്? നമുക്ക് ലിക്വിഡ് ഫോമിൽ ദ്രാവക രൂപത്തിൽ കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഭൂമിയിലെ ലൈഫ് പോസിബിൾ ആകുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയാൽ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്ത് വേണം? നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം വേണം, അല്ലേ? അന്തരീക്ഷം നല്ലല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മൂന്നാമത്തെ കണ്ടീഷനാണ് ലൈഫ് പോസിബിൾ ആക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ. ഭൂമിയിലുള്ള മൂന്നാമത്തെ കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? ഫേവറബിൾ അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം. നോക്കിക്കേ, ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്യാസസ്. എർത്തിൽ എന്താണ്? എർത്തിനെ ചുറ്റപ്പെട്ടിരിക്കുന്ന എന്താണ്? ലെയർ ഓഫ് ഗ്യാസിലെ ഗ്യാസസിന്റെ കുറെ പാളുകൾ നമ്മുടെ എർത്തിനെ സറൗണ്ട് ചെയ്തേക്കുവാണ്. ദിസ് ലെയർ ഓഫ് ഗ്യാസസ് ഈസ് കാൾഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. എന്താണ്? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ആ ഒരു ഗ്യാസസിന്റെ ആ പാളിയാണ് നമ്മൾ അതിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയർ. എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്യാസസ്. എർത്തിനെ എന്തോ ചെയ്യുന്നു? കുറെ ലെയർ ഓഫ് ഗ്യാസസ്, ഗ്യാസസിന്റെ പാളികൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദിസ് ലെയർ ഓഫ് ഗ്യാസസ് ഈസ് കാൾഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ആ ലെയർ ഓഫ് ഗ്യാസിന്റെ ഗ്യാസിന്റെ പാളികളെയാണ് നമ്മൾ അതിന്റെ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. ആനിമൽസ് നീഡ് ഓക്സിജൻ ടു ബ്രീത്ത്. ഈ ആനിമൽസിന് എന്തോ വേണം? വൃത്തിയാണ്, ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ദിസ് ഗ്യാസ് ഈസ് ഫൗണ്ട് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ ഗ്യാസ്, ഓക്സിജൻ എന്ന് പറഞ്ഞ ഗ്യാസ് നമുക്ക് എവിടെയും കണ്ടെത്താം? നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ അതുണ്ട്. അടുത്ത് നോക്കിയേ, പ്ലാന്റ്സ് നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് ഫുഡ്. പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ആണെങ്കിൽ, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം.
ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അപ്പാർട്ട് ഫ്രം ദീസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഹാസ് എ ഗ്യാസ് കാർഡ് ഓസോൺ. അപ്പൊ ഈ ഗ്യാസിനൊക്കെ പുറമെ നമ്മുടെ എർത്തിൽ എന്തുണ്ടോ വേറൊരു ഗ്യാസ് ഉണ്ട്. അത് നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? നമ്മുടെ അന്തരീക്ഷത്തില് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ഒക്കെ കൂടാതെ മറ്റൊരു ഗ്യാസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓസോൺ എന്ന് പറയുന്നത്. എന്താണ്? ഓസോൺ. അപ്പൊ എന്താണ്? അപ്പാർട്ട് ഫ്രം ദീസ് ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. The earth atmosphere has a gas called ozone. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ പുറമെ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് മറ്റൊരു ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസോൺ എന്ന് വിളിച്ചത്. This protect plants and animals from certain harmful rays of the sun. അതായത് ഈ ഒരു ഓസോൺ പാളി അല്ലെങ്കിൽ ഈ ഒരു ഓസോൺ ഗ്യാസ് എന്ത് ചെയ്യുന്നു? സൂര്യനിൽ നിന്ന് വരുന്ന എന്താണ് ഹാർംഫുൾ ആയിട്ടുള്ള നമുക്ക് ഹാനികരമായിട്ടുള്ള രശ്മികളെ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ മനുഷ്യരുടെ ഒക്കെ ദേഹത്ത് പതിക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ ഓസോൺ പാളിയാണ് അല്ലേ? എന്തൊരു ഓസോൺ പാളി? സൂര്യനിൽ നിന്നുള്ള ഹാർംഫുൾ ആയിട്ടുള്ള എന്ത് രശ്മികളിലെ റേസ് നമ്മുടെ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഹ്യൂമൻ ബീങ്സിന്റെയും ഒക്കെ ദേഹത്ത് ഇല്ലാതെ അവയെ എക്കാലത്ത് സംരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളികളാണ്. നോക്കിക്കേ, the combination of these factors mentioned above make life possible on earth. അപ്പൊ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ 3 കണ്ടീഷനാണ് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ എർത്തിൽ ലൈഫ് പോസിബിൾ ആക്കി തരുന്നത്. ഈ 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? മോഡറേറ്റ് ടെമ്പറേച്ചർ, മിതമായ താപനില കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് പോസിബിൾ ആകുന്നു. വാട്ടർ ആൻഡ് ലിക്വിഡ് ഫോം ഇല്ലേ? വെള്ളം നമുക്ക് എന്ത് ചെയ്യണം? ദ്രാവക രൂപത്തിൽ തന്നെ കിട്ടണം. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ എന്താണ്? ഫേവറബിൾ അറ്റ്മോസ്ഫിയർ. നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അവിടെ സാധ്യമായിരുന്നു. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്താണ് പോസിബിൾ ആക്കി തരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായാൽ നമ്മള് എന്താണ് എർത്തിനെ കുറിച്ചാണ് പറയുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിക് പ്ലാനറ്റ് ആണ്. സോളാർ സിസ്റ്റത്തിലെ തന്നെ ഒരു യൂണിക് പ്ലാനറ്റ് ആണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. പിന്നെന്താണ്? നമ്മൾ എർത്തിൽ മാത്രമേ എന്തെന്ന് പറയുന്നത് ലൈഫ് പോസിബിൾ ആകുന്നുള്ള ഭൂമിയിൽ മാത്രം. അതിനുള്ള കാരണങ്ങൾ അങ്ങനെ പോസിബിൾ ആവാനുള്ള കാരണങ്ങൾ കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ നോക്കുന്നത് എന്താണ്? സാറ്റലൈറ്റ്. എന്താണ് സാറ്റലൈറ്റ്? എന്താ സാറ്റലൈറ്റ്? സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉപഗ്രഹങ്ങൾ. സാറ്റലൈറ്റ് മീൻസ് ഉപഗ്രഹങ്ങൾ. നോക്കിയാൽ എന്താ സാറ്റലൈറ്റ് എന്ന്? സാറ്റലൈറ്റ് ഓർ മൂൺസ് ഓഫ് പ്ലാനറ്റ്സ് ആർ സ്മാൾ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. അപ്പൊ എന്താണ്? സാറ്റലൈറ്റ് ആയാലും ഉപഗ്രഹങ്ങൾ മൂണും എന്താണ് അതർ പ്ലാനറ്റ്സ് സെലസ്റ്റിയൽ ബോഡീസ് എന്തെന്ന് പറയുന്നത്? സാറ്റലൈറ്റ് ഓർ മൂൺസ്. സാറ്റലൈറ്റ്, മൂൺസ് തുടങ്ങിയ പ്ലാനറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ് ആണ് വിച്ച് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. അതായത് നമ്മുടെ പ്ലാനറ്റ്സിനെ ഗ്രഹങ്ങളെ ചുറ്റുന്ന എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് ആണ് ഇതെന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെ ചുറ്റുന്ന സെലസ്റ്റിയൽ ബോഡി അതാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെയാണ് ചുറ്റുന്നത്. ആ ദ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ. നമ്മൾ പറഞ്ഞില്ലേ ഗ്രഹങ്ങൾ എന്തോ ചെയ്യുന്നത്? സൂര്യനെ ചുറ്റുന്നു. ദ സാറ്റലൈറ്റ് മൂവ് വിത്ത് ദം. അപ്പം നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളാണ് സാറ്റലൈറ്റ് അല്ലേ? ഗ്രഹങ്ങളെ ചുറ്റുന്നതാണ് സാറ്റലൈറ്റ് എന്നുള്ള ഉപഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? സൂര്യനെയാണ് ചുറ്റുന്നത് അല്ലേ? സൂര്യന് വലം വയ്ക്കുന്നതാണ് പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ. അപ്പം ഇങ്ങനെ ഈ ഗ്രഹങ്ങള് സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? സൂര്യന് വലം വെച്ചുകൊണ്ടിരിക്കുന്നു. As a result, the satellites also revolve around the sun. Like planets, satellites shine, reflecting light from the sun. അപ്പോൾ എന്താണ്? സൂര്യനിൽ നിന്നുള്ള ആ ഒരു പ്രകാശം പതിക്കുന്നത് കൊണ്ടാണ് പ്ലാനറ്റ്സും സാറ്റലൈറ്റും എല്ലാം എന്താണ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണ് കാരണം? സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ അതിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് പ്രകാശമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. പ്ലാനറ്റ്സിന് അതുപോലെ തന്നെ സാറ്റലൈറ്റിന് എന്താണ്? സാറ്റലൈറ്റും ഈ ഗ്രഹങ്ങളോടൊപ്പം തന്നെ സൂര്യനെ വരവെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സൂര്യനിലുള്ള പ്രകാശരശ്മികൾ സാറ്റലൈറ്റിലും വന്ന് പതിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നു. എന്താ സാറ്റലൈറ്റ് എന്ന് നമ്മൾ എന്ത് പറയും? എന്താണ്? സാറ്റലൈറ്റ് ഓർ മൂൺസ് ഓഫ് പ്ലാനറ്റ്സ് ആർ സ്മാൾ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്. പ്ലാനറ്റിനെ വരവെക്കുന്ന സെലസ്റ്റിയൽ ബോഡിയാണ് സാറ്റലൈറ്റിലെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. As the planets revolve around the sun, planet എന്ത് ചെയ്യുന്നു? സണ്ണിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. The satellite move with them. അപ്പം അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? എന്തായാലും സാറ്റലൈറ്റ് നമ്മുടെ പ്ലാനറ്റിനെ വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്ലാനറ്റ് സണ്ണിനെ വലം വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സാറ്റലൈറ്റും സണ്ണിനെ വലം വയ്ക്കുന്നു പ്ലാനറ്റിന്റെ കൂടെ. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്?
ലൈക്ക് പ്ലാനറ്റ് സാറ്റലൈറ്റ് ഷൈൻ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ഫ്രം ദ സൺ. അതായത് പ്ലാനറ്റ് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ തട്ടിയിട്ട് പ്ലാനറ്റ് എന്ത് ചെയ്യും? പ്രകാശിക്കും. അപ്പൊ അതുപോലെ ആ രശ്മികൾ നമ്മുടെ സാറ്റലൈറ്റിൽ തട്ടുമ്പോൾ സാറ്റലൈറ്റിലും എന്താണ്? പ്രകാശം ഉണ്ടാവുന്നു. ഉപഗ്രഹങ്ങളിലും പ്രകാശിക്കുന്നു. അത് നോക്കിക്കേ, all planets except Mercury and Venus have satellites. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഏതൊക്കെ ഗ്രഹങ്ങൾ ഒഴികെ? മെർക്കുറി ആൻഡ് വീനസ്. മെർക്കുറിക്കും വീനസിനും ബുധനും ശുക്രനും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും എന്തുണ്ട്? സാറ്റലൈറ്റ് ഉണ്ട്, ഉപഗ്രഹങ്ങൾ ഉണ്ട്. ദ മൂൺ ഈസ് എർത്ത് സാറ്റലൈറ്റ്. അപ്പൊ നമ്മുടെ എർത്തിന്റെ, നമ്മുടെ ഭൂമിയുടെ സാറ്റലൈറ്റ് ഏതാണ്? ഉപഗ്രഹം ഏതാണ്? മൂൺ, ചന്ദ്രനാണ് അല്ലേ? ജൂപ്പിറ്റർ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സാറ്റലൈറ്റ്. നമ്മുടെ ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്. ഉപഗ്രഹങ്ങളുള്ള ആർക്കാ? ജൂപ്പിറ്ററിനാണ്. ജൂപ്പിറ്റർ ഏതാണ്ട് 62 സാറ്റലൈറ്റ് ആണ് നമ്മുടെ ജൂപ്പിറ്ററിന് ഉള്ളത്. 62 ഉപഗ്രഹങ്ങളാണ് നമ്മുടെ ജൂപ്പിറ്ററിന് ഉള്ളത്. The satellites are smaller than the planets around which they revolve. അപ്പൊ എന്താണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാല്? ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്. Jupiter satellite Ganymede is the largest satellite in the solar system. It is even larger than Mercury. അപ്പോൾ നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്. അപ്പം എല്ലാ ഗ്രഹങ്ങൾക്കും മെർക്കുറിക്കും എന്താണ് വീനസിന് ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും എന്തുണ്ട്? സാറ്റലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് ഉള്ളത്, 162 ഉണ്ട്. അപ്പം ജൂപ്പിറ്ററിന്റെ തന്നെ സാറ്റലൈറ്റിന്റെ പേരാണ് ഗാനിമീഡ് എന്ന് പറഞ്ഞൊരു എന്തുണ്ട്? സാറ്റലൈറ്റ് ഉണ്ട്. ആർക്കുണ്ട്? ജൂപ്പിറ്ററിനുണ്ട്. അതായത് ജൂപ്പിറ്ററിന് എന്തുണ്ട്? സാറ്റലൈറ്റ് എന്ന് പറയുന്ന, അല്ല, ഗാനിമീഡ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും വലിയ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗാനിമീഡ് ആണ്. അത് ഏതിനെയാണ് വരന്നിരിക്കുന്നത്? ഏതിന്റെ സാറ്റലൈറ്റ്? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആണ് ഈ ഗാനിമീഡ് എന്ന് പറയുന്നത്. ഈ ഗാനിമീഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗാനിമീഡ് ആണ്. അത് എന്തിന്റെ സാറ്റലൈറ്റ് ആണ്? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആണ്. It is even larger than Mercury. അപ്പോൾ മെർക്കുറിയെക്കാട്ടിയും വലുതാണ് എന്ന് പറയുന്നത് ഈ ഗാനിമീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ സാറ്റലൈറ്റാണ്? ജൂപ്പിറ്ററിന്റെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു? സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സാറ്റലൈറ്റ് ഓർ മൂൺസ് ഓഫ് പ്ലാനറ്റ്സ് ആർ സ്മാൾ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്. പ്ലാനറ്റിനെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആഫ്റ്റർ പ്ലാനറ്റ്സ് ഇതുപോലെ എന്താണ്? പ്ലാനറ്റ്സ് സണ്ണിനെ വലം വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഉപഗ്രഹങ്ങൾ സണ്ണിനെ വലം വയ്ക്കുന്നു. അപ്പം സൂര്യനിൽ നിന്നുള്ള പ്രകാശം എന്താണ്? നമ്മൾ പ്ലാനറ്റിൽ പ്രതിഫലിക്കുമ്പോൾ അത് എന്തിലും പ്രതിഫലിക്കുന്നു? നമ്മുടെ സാറ്റലൈറ്റിലും വന്ന് പ്രതിഫലിക്കുകയും സാറ്റലൈറ്റ് പ്രകാശിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എല്ലാ ഗ്രഹങ്ങൾക്കും എന്തുണ്ട്? സാറ്റലൈറ്റ്, ഉപഗ്രഹങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് ഉണ്ട്. പക്ഷേ മെർക്കുറി, വീനസ് ഇവയ്ക്ക് രണ്ട്, ബുധന് ശുക്രനും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും സാറ്റലൈറ്റ് ഉണ്ട്, ഉപഗ്രഹങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ എന്താണ്? സാറ്റലൈറ്റ് ആണ്, എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് മൂൺ. അതുപോലെ ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്, ഉപഗ്രഹങ്ങളുള്ളത് ജൂപ്പിറ്ററിനാണ്, 62 ഉണ്ട്. അപ്പൊ ജൂപ്പിറ്ററിന്റെ തന്നെ ഒരു ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത്. ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആരാണ്? ഗാനിമീഡ് ആണ്. ഈ ഗാനിമീഡ് എന്ന് പറഞ്ഞാൽ ആരുടെ സാറ്റലൈറ്റ് ആണ്? ഏത് ഗ്രഹത്തിന്റെ? എന്താണ്? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗാനിമീഡ് എന്ന് പറയുന്നത്. ഈ ഗാനിമീഡാണ് ഏറ്റവും വലിയ ലാർജസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. മെർക്കുറിയേക്കാളും വലുതാണ് ഈ ഗാനിമീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ നമുക്ക്? നമുക്ക് എന്താ മൂന്നെന്ന് നോക്കാം. നോക്കിക്കേ, The moon is the largest and brightest thing in the night sky. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂണിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് മൂൺ. അപ്പോൾ മൂൺ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, the moon is the largest and brightest thing in the night sky. നൈറ്റ് സ്കൈയിൽ നമ്മൾ കാണുന്ന ഏറ്റവും ലാർജസ്റ്റ്, തിളക്കമുള്ളതും വലുതുമായിട്ടുള്ള ഒന്നാണ് മൂൺ, ചന്ദ്രൻ എന്ന് പറയുന്നത്. The moon looks so large because it is closer to us than any other celestial bodies. അപ്പം മൂൺ നമുക്ക് വലുതായിട്ട് തോന്നില്ലേ? നമുക്ക് വലുതായിട്ടല്ലേ ചന്ദ്രനെ തോന്നുന്നത്. കാരണം എന്താ? അപ്പൊ ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചന്ദ്രനാണ് നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ വലുതായിട്ട് തോന്നുന്നത്. The moon shines because it reflects sunlight. ചന്ദ്രനും പ്രകാശിക്കുന്നുണ്ട്. എന്താ കാരണം? സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ചന്ദ്രനിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അത് നോക്കി, the moon revolves around the earth once in 27 days and 8 hours. അതായത് എന്താണ്? മൂൺ എന്താണ്? മൂൺ നമ്മൾ പറഞ്ഞു എർത്തിന്റെ സാറ്റലൈറ്റ് ആണെന്ന് പറഞ്ഞു. സാറ്റലൈറ്റുകളെല്ലാം തന്നെ എന്താണ്? ഗ്രഹങ്ങളെ എപ്പോഴും, പ്ലാനറ്റിനെ എപ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എർത്തും അത് മൂൺ എന്ത് ചെയ്യുന്നു? എർത്തിനെ
മൂണിന്റെ ആ ഒരു പീരീഡ് നോക്കിയ 1 in 27 days and 8 hours. അപ്പം 27 ദിവസവും 8 മണിക്കൂറുമാണ് എന്ത് ചെയ്യുന്നത്, ഈ മൂൺ നമ്മളെ എർത്തിനെ വലവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഇറ്റ് ഈസ് ഓൾസോ റൊട്ടേറ്റ് ഓർ സ്പിൻ എബൌട്ട് ഇറ്റ് ആക്സിസ് ഓൾസോ. അപ്പോൾ ആ ഒരു പീരീഡ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, മൂൺ നമ്മുടെ എർത്തിനെ വലവിക്കുന്നതിനനുസരിച്ച് മൂൺ അതിന്റെ സ്വന്തം ആക്സിസിൽ കൂടി വലവിക്കാറുണ്ട്. This means that this period of rotation and revolution are the same. അപ്പോൾ നമ്മൾ എന്താണ് ഈ ടൈമിൽ തന്നെയാണ്, ഈ ആ ഒരു സമയത്ത് തന്നെയാണ് മൂൺ നമ്മുടെ എന്താണ് എർത്തിനെ വലവിക്കും, സ്വന്തം ആക്സിസിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പീരീഡ് സെയിം ആണ്, രണ്ടും റെവല്യൂഷനും റൊട്ടേഷനും മൂണിന്റെ കാര്യത്തിൽ സെയിം ആണ്. കാരണം മൂൺ ആ എർത്തിനെ റൊട്ടേറ്റ് ആയിട്ട് എടുക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ സ്വന്തം ആക്സിസിൽ കറങ്ങാൻ എടുക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ മൂണിന്റെ കാര്യത്തിൽ റെവല്യൂഷൻ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. Because of this always see the same side of the moon. ഇതാണ് അപ്പൊ നമുക്ക് ചന്ദ്രന്റെ ഒരേ വശം കാണാം. കാരണം ചന്ദ്രൻ രണ്ടിലും എടുക്കുന്ന സമയം ഒന്ന് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ആ ഒരു ഭൂമിയെ കറങ്ങാനായാലും സ്വന്തം അർത്ഥത്തിൽ കറങ്ങാനായാലും മൂൺ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ അവിടെ റൊട്ടേഷനും റെവല്യൂഷനും ഒന്ന് തന്നെയാണ്, ഒരു ടൈം പീരീഡ് തന്നെയാണ്. അത് നോക്കിയ the sun always light up one side of the moon. അല്ലേ, എന്താണ് നമുക്ക് എന്താണ് സൂര്യൻ എപ്പോഴും ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ പ്രകാശിപ്പിക്കുള്ളൂ. സൺ ആൾവേസ് ലൈറ്റ് അപ്പ് ഓൺ വൺ സൈഡ് ഓഫ് ദ മൂൺ. ചന്ദ്രന്റെ ഒരു സൈഡ് മാത്രമേ സൂര്യൻ എപ്പോഴും പ്രകാശിപ്പിക്കുന്നുള്ളൂ. ബട്ട് ആസ് ദ മൂൺ മൂവ് അറൌണ്ട് ദ എർത്ത് വി ഓൺലി സീ പാർട്ട് ഓഫ് ദി സൈഡ്. അപ്പൊ അങ്ങനെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ വലം വയ്ക്കുമ്പോൾ നമുക്ക് ആ സൈഡ് കാണാൻ പറ്റും. These are called the phases of the moon. അപ്പോൾ അങ്ങനെ ഓരോ സൈഡും കാണുന്ന മൂണിന്റെ ഓരോ സൈഡും കാണുന്നതിനാണ് നമ്മൾ phases of moon എന്ന്. എന്താണ് phases of moon എന്ന് പറഞ്ഞാൽ എന്താണ്? The sun always light up one side of the moon. മൂണിന്റെ ഒരു സൈഡ് മാത്രമേ ചന്ദ്രൻ സൂര്യൻ പ്രകാശിപ്പിക്കുന്നുള്ളൂ. But as the moon move around the earth, we only see part of this side. അപ്പം അതുകൊണ്ട് എന്താണ് മൂൺ ഇങ്ങനെ ഭൂമിയെ കറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൈഡ് മാത്രം കാണാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ phases of moon എന്ന് വിളിക്കുന്നത്. The moon appears as a full disk when we see the whole of the lit up side. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് സൂര്യന്റെ ആ ഒരു ഫുൾ ഡിസ്കിൽ നമുക്ക് കാണാം. അതായത് ആ സൂര്യനെ പ്രകാശിച്ച ഭാഗം നമുക്ക് ഇങ്ങനെ ഫുൾ ഡിസ്കിൽ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ദ ഫുൾ മൂൺ. അതായത് ആ സൂര്യന്റെ ആ പ്രകാശിച്ച ഭാഗം മൊത്തം നമുക്ക് കാണാം. അതായത് നമ്മൾ ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ അന്ന് നമ്മൾ പൂർണിമ ദിവസം നമ്മൾ എന്താണ് നമ്മൾ പൂർണ്ണചന്ദ്രനെ കാണുന്നത്. എന്താണ് സൂര്യൻ ആ ചന്ദ്രന്റെ മൊത്തം പ്രകാശിച്ച ഭാഗം നമുക്ക് ഡിസ്കിന്റെ രൂപത്തിൽ എന്താണ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അന്നാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ എന്ന് വിളിക്കുന്നത്. അതൊക്കെ the moon appears as a full disk when we see the whole of the lit up side. അതാണ് പ്രകാശിച്ച ഭാഗം നമുക്ക് മുമ്പേ കാണാൻ പറ്റില്ല. പ്രകാശിച്ച ഭാഗം നമുക്ക് എന്താണ് മുമ്പേ കാണാൻ പറ്റുന്നത്, ഫുൾ ഡിസ്ക് പോലെ കാണാൻ പറ്റും ചന്ദ്രനെ. അതിനാണ് നമ്മൾ ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ എന്ന് വിളിക്കുന്നത്. When the part facing us does not receive sunlight, we cannot see the moon. അപ്പോൾ എന്താണ്, ഇപ്പം നമുക്ക് സൂര്യന്റെ ആ പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. സൂര്യനിൽ നിന്ന് രശ്മി ചന്ദ്രനിലേക്ക് വരുമല്ലോ. അപ്പൊ ആ ഒരു പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദിസ് ഈസ് നോൺ ആസ് ദ ന്യൂ മൂൺ ഓർ അമാവാസി എന്ന് പറയത്തില്ലേ. അമാവാസി എന്ന് വെച്ചാൽ എന്താണ്, അന്ന് ചന്ദ്രൻ നമുക്ക് വെള്ള വൈറ്റ് ഒരു കളറിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്, ആ ഒരു പ്രകാശിച്ച ഭാഗം സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല, ചന്ദ്രനില്ല. അപ്പൊ അന്നാണ് എന്ത് അമാവാസി എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ ദിസ് മൂൺ അപ്പിയേഴ്സ് ആസ് എ ക്രസന്റ്. അപ്പൊ എന്താ അതിനുശേഷം ഇതിന് അമാവാസിക്ക് ശേഷം ചന്ദ്രൻ എന്തുപോലെ ചന്ദ്രക്കല പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ, ചന്ദ്രക്കല പോലെ കാണാൻ പറ്റുന്നു. ക്രസന്റ് ചന്ദ്രക്കല പോലെ കാണാൻ പറ്റുന്നു. The crescent grows larger as days passes till the full moon appears. അപ്പോൾ ഈ ക്രസന്റ് ഇങ്ങനെ വീണ്ടും എന്താണ് ആ ചന്ദ്രക്കല വീണ്ടും വളർന്ന് വീണ്ടും ഫുൾ മൂൺ ആയിട്ട് വരും. നമുക്ക് നല്ല കാണാൻ പറ്റുന്ന ഹൈറ്റസ് നമുക്ക് കാണാൻ പറ്റുന്ന മൂണായിട്ട് വരും. പിന്നെ അതെന്തോ പൂർണ്ണമയായിട്ട് മാറും. വീണ്ടും ഇതുപോലെ ചന്ദ്രന്റെ എന്താണ് ഈ ഭാഗം നമ്മൾ കാണാൻ പറ്റുന്നത്. സൂര്യനെ പ്രകാശം കിട്ടാത്ത ഭാഗം നമ്മൾ കാണുമ്പോൾ വീണ്ടും അമാവാസി മാറിയിട്ട് പിന്നെ ചന്ദ്രക്കലയാവും. ചന്ദ്രക്കല പോലെ ആയിട്ട് വീണ്ടും ആ ചന്ദ്രക്കല വളരെ ഒരു പൂർണ്ണിമയായിരിക്കും. അങ്ങനെയാണ് അത് നടക്കുന്നത്. ആഫ്റ്റർ ദ ന്യൂ മൂൺ ഇറ്റ് ടേക്സ് അബൌട്ട് 15 days for the full moon to appear. അതായത് ന്യൂ മൂൺ അതായത് അമാവാസിക്ക് ശേഷം 15 ദിവസം എടുക്കും നമുക്കൊരു ഫുൾ മൂൺ കാണാനായിട്ട്, ഫുൾ മൂൺ വരാനായിട്ട്. മെനി ട്രഡീഷണൽ കലണ്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് ദ മൂൺ. പല ട്രഡീഷണൽ കലണ്ടേഴ്സും അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ചന്ദ്രന്റെ ഈ ഒരു എന്താണ് ഒരു മൂവ്മെന്റ് അടിസ്ഥാനമാക്കിയാണ് പല ട്രഡീഷണൽ കലണ്ടേഴ്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രന്റെ മൂണിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്
ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണ്ണിമയുണ്ട്, അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ഉണ്ട് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഫുൾ മൂൺ അല്ലെങ്കിൽ എന്താണ് പൂർണ്ണിമയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രന്റെ ആ ഒരു പ്രകാശിച്ച ഭാഗം നമുക്ക് എന്താണ് ഒരു ഫുൾ ഡിസ്കിൽ നമുക്ക് ആ ഒരു പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റും, ഫുൾ ഡിസ്ക് പോലെ. അതാണ് ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണ്ണിമ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് സൺലൈറ്റ് ആ വരുന്ന ഒരു ഭാഗം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കാണാൻ പറ്റില്ല, റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് അമാവാസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറയും. അപ്പൊ ന്യൂ മൂണിന് ശേഷം ചന്ദ്രൻ എന്തുമായിട്ട് മാറും? ചന്ദ്രക്കല രൂപത്തിലായിട്ട് മാറും. ഈ ചന്ദ്രക്കല വീണ്ടും വളർന്ന് വീണ്ടും എന്തുമായിട്ട് മാറുന്ന ഒരു പൂർണ്ണചന്ദ്രമായിട്ട് മാറും. അതാണ് പിന്നെ എന്ത് വരുന്നത്? ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണ്ണിമയാകും. ഇങ്ങനെ ഡിസ്റ്റൻസ് 15 ഡേയ്സ് ഡിഫറൻസിലാണ് എന്ത് പറഞ്ഞാൽ പൂർണ്ണിമയൊക്കെ വരുന്നത്. അത് നോക്കാം. there is no life on the moon. ചന്ദ്രനിൽ ജീവിതം ഉണ്ടോ? ഇല്ല. it does not have water or an atmosphere. ചന്ദ്രനിൽ എന്താണ്? അറ്റ്മോസ്ഫിയറും ഇല്ല, അന്തരീക്ഷവും ഇല്ല, ജലവും ഇല്ല. during the day the temperature on the moon is about 100 degrees Celsius. it falls to 150 at night. എന്താണ് ഒരു ഡേയിൽ പകലിൽ നമ്മുടെ ചന്ദ്രനിൽ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും എന്താണ് -150 ഡിഗ്രി സെൽഷ്യസിലോട്ട് കുറയുന്നു. The moon has many mountains and plains. മൂൺസിൽ നമുക്ക് കുറെ മലകളും സമതലങ്ങളും ഒക്കെ മൗണ്ടൻസും പ്ലെയിൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ചന്ദ്രനിൽ. ഇറ്റ് ഓൾസോ ഹാസ് സർക്കുലർ ഡിപ്രഷൻ കാൾഡ് ക്രിയേച്ചേഴ്സ് ഓൺ ഇറ്റ്സ് സർഫസ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അതിന്റെ ഉപരിതലത്തിലൊരു എന്താണ് വൃത്താകൃതിയിലുള്ള ഒരു എന്താണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. സർക്കുലർ ഡിപ്രഷൻ, വൃത്താകൃതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചന്ദ്രന്റെ എന്താണ് അതിന്റെ ഉപരിതലത്തിൽ എന്താണ് ഒരു വൃത്താകൃതിയിലുള്ള ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രിയേച്ചേഴ്സ്, അതായത് ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന എന്തുകൊണ്ട് വൃത്താകൃതിയിലുള്ള ഡിപ്രഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നു. The moon surface is covered with a mixture of rock and dust. അതായത് പൊടിയും പാറ കഷ്ണങ്ങളും ഒക്കെ നിറഞ്ഞ് മൂടിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലം. സർഫസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പൊടിയും പാറ കഷ്ണങ്ങളും ഒക്കെ കൊണ്ട് മൂടിയിരിക്കുന്നതാണ് ചന്ദ്രന്റെ ഉപരിതലം, സർഫസ് എന്ന് പറയുന്നത്. Man has always been fascinated by the moon. ഇല്ലേ? നമ്മൾ എപ്പോഴും എന്താണ് മനുഷ്യർ എപ്പോഴും എന്താ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഫാസിനേറ്റഡ് ആണ് അല്ലേ? നമുക്ക് ഒരു എന്താണ് ചന്ദ്രനിൽ പോകുക അല്ലെങ്കിൽ നമുക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അത്ഭുതം ആയ ഒന്നാണ് അല്ലേ? ഡ്യൂറിംഗ് ദ 1960s many spacecraft were sent to the moon. അപ്പം നമ്മൾ 1960s ഒരുപാട് ബഹിരാകാശ പേടകങ്ങൾ ചന്ദ്രനിലേക്ക് അയച്ചു. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് ബഹിരാകാശ പേടകങ്ങൾ ചന്ദ്രനിലേക്ക് അയച്ചു. On 21st July 1969 man's dream of going to moon came true. അതായത് നമ്മുടെ 1969 ജൂലൈ 21 ആയപ്പോഴത്തേക്കും ചന്ദ്രനിലേക്ക് പോവുക എന്നുള്ള നമ്മുടെ മനുഷ്യരുടെ സ്വപ്നം സാധ്യമായി. On that day Neil Armstrong became the first man to walk on the moon. ചന്ദ്രനിലേക്ക് നടന്ന ആദ്യത്തെ മനുഷ്യനാണ് ആര്? നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചന്ദ്രനിലേക്ക് നടന്ന ആദ്യത്തെ വ്യക്തി. ഓക്കെ, നമ്മൾ മൂണിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തത് അല്ലേ? മൂണിന്റെ കാര്യം പറഞ്ഞു. മൂൺ എന്താണെന്ന് നമ്മൾ അതായത് ലാർജസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് തിങ് ഇൻ ദ നൈറ്റ് സ്കൈ. നൈറ്റ് സ്കൈയിൽ നമ്മൾ കാണുന്ന ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ബ്രൈറ്റ് തിങ് ആണ് മൂൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മൂൺ എന്താണ് അത് സെലസ്റ്റിയൽ ബോഡീസ് നോക്കുകയാണെങ്കിൽ മൂണാണ് നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മൂണിൽ ഇത്രയും വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞു. പിന്നെന്താണ് സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ പ്രകാശത്തിൽ വന്ന് പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് മൂണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫുൾ മൂൺ പറഞ്ഞു. ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ, അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ, അതിന്റെ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ ചന്ദ്രന്റെ ഫുൾ ഡിസ്കിൽ അതിന്റെ ആ പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പൂർണിമ അല്ലെങ്കിൽ എന്ത് പറഞ്ഞത് ഫുൾ മൂൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ആ പ്രകാശിച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. കഷ്ടമാണെന്ന് പറയുന്നത് അമാവാസി. അപ്പൊ അതെന്താണ് പ്രകാശിച്ച ഭാഗം നമുക്ക് കാണുന്നത് ഇരുട്ട് മാത്രമേ കാണാൻ പറ്റും അല്ലെ? ചന്ദ്രത്തിളക്കം കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് എന്താണ് അമാവാസി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞത് ന്യൂ മൂൺ എന്ന് പറഞ്ഞത്. പിന്നെ ഈ അമാവാസി കഴിഞ്ഞിട്ട് മൂൺ പിന്നെയും ഒരു ക്രസന്റ് രൂപത്തിൽ ചന്ദ്രക്കല പോലായി പിന്നെ ചന്ദ്രക്കല വളർന്നു അത് വീണ്ടും പൊന്മൂണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്താണ് 15 ഡേയ്സ് ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു പൂർണിമ വരാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഡ്യൂറിംഗ് 1960s കാര്യം പറഞ്ഞു. ഇനി സ്പേസ് ക്രാഫ്റ്റ് എന്താ ചെയ്യുന്നത്? ഒരുപാട് പേരാശങ്ങൾ നമ്മൾ മൂണിലേക്ക് അയച്ചു അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. പിന്നെ എന്നാണ് നമ്മൾ ആ ഒരു സ്വപ്നം സാധ്യമായത്? ചന്ദ്രനിലേക്ക് പോകുക 1969 ജൂലൈ 21 നമ്മുടെ ആ സ്വപ്നം സാധ്യമായത്. അപ്പൊ ചന്ദ്രനിലേക്ക് നടന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചിരുന്ന സാറ്റലൈറ്റ് ഉപഗ്രഹം. അതില് മൂണെന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉപഗ്രഹത്തെ കുറിച്ചാണ് നമ്മളിപ്പം സ്റ്റഡി ചെയ്തത്. ഇനി നോക്കിക്കേ, ഈ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ ഇല്ലേ, അതാണ് സെലസ്റ്റിയൽ ബോഡി, അതാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട്. ഈ ഒരു എന്താണ് ഇതെല്ലാം യഥാർത്ഥ സാറ്റലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഇല്ലേ, മാൻമേഡ് സാറ്റലൈറ്റ്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട് സാറ്റലൈറ്റിനെ, ഉപഗ്രഹങ്ങളെ. അത് നോക്കിക്കേ, അതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, any an object designed to revolve around the earth or any other heavenly body is called an artificial satellite. എന്താണ് artificial satellite? നോക്കിക്കേ, an object designed to revolve around the earth or any other heavenly body is called an artificial satellite. അതായത് എർത്തിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയോ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിയെടുക്കും, നിർമ്മിച്ചെടുക്കും ഇല്ലേ, കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കും. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അത് നാച്ചുറലി ഉള്ളതാണ് അല്ല. നമ്മൾ എന്ത് ചെയ്യും? എർത്തിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയോ റിവോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് സാറ്റലൈറ്റിനെ നിർമ്മിച്ചെടുക്കുന്നു. അതിനാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന്, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, സാറ്റലൈറ്റ് ആർ ക്യാരിഡ് ഇൻടു സ്പേസ് ബൈ റോക്കറ്റ്സ്. ഈ സാറ്റലൈറ്റിനെ എല്ലാം നമ്മൾ സ്പേസിലേക്ക് അയക്കുന്നത് എങ്ങനെയാണ്? ഒരു റോക്കറ്റ് വഴി. നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സാറ്റലൈറ്റിനെ, കൃത്രിമ സാറ്റലൈറ്റിനെ എല്ലാം നമ്മൾ എന്തുവാണ് സ്പേസിലേക്ക് വിടുന്നത്? എന്തുപയോഗിച്ചാണ്? റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇതിനെല്ലാം നമ്മൾ സ്പേസിൽ എത്തിക്കുന്നത്. സാറ്റലൈറ്റ് ആർ ക്യാരിഡ് സ്പേസ് ബൈ റോക്കറ്റ്സ്. ദേ ഹാവ് മെനി യൂസസ്. അപ്പൊ ഈ സാറ്റലൈറ്റിന് എന്താണ് ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഈ സാറ്റലൈറ്റിന് ഒരുപാട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ. നോക്കിക്കേ, സം റിലേ ടി വി ആൻഡ് ടെലിഫോൺ സിഗ്നൽസ്. അപ്പൊ ചിലത് എന്തിനാണ്? ടി വിയുടെ ടെലിഫോൺസിന്റെ സിഗ്നൽസിന് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട്. പിന്നെ നോക്കിക്കേ, അതേഴ്സ് ടേക്ക് പിക്ചേഴ്സ് ഓഫ് ക്ലൗഡ്, വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് എക്സെട്ര. അപ്പൊ എന്താണ്? നമ്മുടെ ആകാശത്തിന്റെ ചിത്രം എടുക്കാനും അല്ലെ, മേഘങ്ങളുടെയൊക്കെ ചിത്രം എടുക്കാനും, അതുപോലെ തന്നെ വൈകിട്ടായിട്ടുള്ള ലാൻഡിന്റെ ചിത്രം എടുക്കാനൊക്കെ ആയിട്ട് ചില സാറ്റലൈറ്റ് നമ്മൾ ഉപയോഗിക്കണം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ദീസ് പിക്ചേഴ്സ് ഹാവ് മെനി യൂസസ്. ഇങ്ങനെ എടുക്കുന്ന ഈ പിക്ചർ ഒരുപാട് ഗുണങ്ങളുണ്ട്. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ പിക്ചേഴ്സ് ഓഫ് ക്ലൗഡ് ഇൻഫോർമേഷൻ ഹെൽപ്പ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ് ആണ്. നമുക്ക് എന്താണ് മേഘങ്ങളുടെ പിക്ചർ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കത് എന്തിനു ഉപയോഗിക്കാം? കാലാവസ്ഥ പ്രവചനത്തിലെ ക്ലൗഡ് എന്താണ് എന്തിനുപയോഗിക്കാം? വെതർ ഫോർകാസ്റ്റിംഗ് അല്ലേ, കാലാവസ്ഥ പ്രവചനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിക്കാം. ഇന്ത്യ ഇൻസാറ്റ് സാറ്റലൈറ്റ് ആർ യൂസ്ഡ് ടു ടേക്ക് സച്ച് പിക്ചർ. അപ്പൊ ഇന്ത്യയിലെ എന്താണ്, ഇന്ത്യയുടെ ഇൻസാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹം നമ്മൾ എന്തിനാണ് ഇങ്ങനെ പിക്ചർ എടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്താണ് ഇങ്ങനെ പിക്ചർ എടുത്തിട്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇൻസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾസോ യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടി വി ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പൊ കമ്മ്യൂണിക്കേഷന് ടി വി ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നമ്മൾ പറഞ്ഞത്? an object designed to revolve around the earth or any other heavenly body is called an artificial satellite. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? നമ്മുടെ എന്താണ് നമ്മൾ ഭൂമിയെ അതുപോലെ തന്നെ ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയൊക്കെ റിവോൾവ് ചെയ്യാൻ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താണ് ഒബ്ജക്റ്റിനെ ഉണ്ടാക്കി എഴുതുക. അതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് വിളിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞ സാറ്റലൈറ്റിനെ എല്ലാ സ്പേസിലേക്ക് എത്തിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഈ സാറ്റലൈറ്റ് കൊണ്ട് കുറെ ഉപയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? നമുക്ക് എന്താണ് ടി വി ചിലപ്പോൾ സിഗ്നൽസ് കിട്ടാനായിട്ട് ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിക്ചർ എടുക്കാനായിട്ട് ക്ലൗഡ്സിന്റെയും വൈഡ് ലാൻഡിന്റെയും പിക്ചർ എടുക്കാൻ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ഈ പിക്ചർ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. കാരണം ക്ലൗഡിന്റെ പിക്ചർ എടുക്കുന്നെങ്കിൽ നമുക്കത് നോക്കിയിട്ട് വെതർ ഫോർകാസ്റ്റ് ചെയ്യേ, കാലാവസ്ഥ പ്രവചിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആണ് എന്ന് പറയുന്നത് ഇൻസാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ പിക്ചർ ഉപയോഗിക്കാൻ, പിക്ചർ എടുത്ത് വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല കമ്മ്യൂണിക്കേഷനും ടി വി ബ്രോഡ്കാസ്റ്റിനും വേണ്ടിയിട്ടും ഈ ഇൻസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലായോ? അടുത്ത നോക്കിക്കുക, അതർ സെലസ്റ്റിയൽ ബോഡീസ്. നമ്മൾ ആദ്യം ചാപ്റ്റർ തുടങ്ങിയ കുറച്ച് സമയത്ത് പറഞ്ഞല്ലോ, മൂൺസും എന്താണ് പ്ലാനറ്റ്സും സണ്ണും ഇത് മാത്രമല്ല സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്. ബാക്കി 5-6 സെലസ്റ്റിയൽ ബോഡീസിന്റെ പേര് അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയാണ്. ഏതൊക്കെ നോക്കി? ഡാർക്ക് പ്ലാനറ്റ്സ്. എന്താണ് ഡാർക്ക് പ്ലാനറ്റ്സ്? അതർ സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഡാർക്ക് പ്ലാനറ്റ്സ് other celestial bodies നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് ഡാർക്ക് പ്ലാനറ്റ്സ്. നോക്കിക്കേ, a dark planet is a spherical celestial body that orbit the sun. എന്താണ്? സൂര്യനെ ചുറ്റുന്ന ഗോളാകൃതിയിലുള്ള
എന്താണ് ഒരു എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് നമ്മുടെ ആകാശ ഗോളം. അപ്പൊ സൂര്യനെ ചുറ്റുന്ന ഗോളാകൃതിയിലുള്ള ഒരു ആകാശ ഗോളത്തെയാണ് നമ്മൾ ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? കുള്ളൻ ഗ്രഹം. എന്താണ്? കുള്ളൻ ഗ്രഹം. അപ്പം സൂര്യനെ ചുറ്റുന്ന ഗോളാകൃതിയിലുള്ള ഒരു ആകാശ ഗോളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹം എന്ന് പറയും. അപ്പൊ എന്താ ഡാർക്ക് പ്ലാനറ്റ്സ്? ഡാർക്ക് പ്ലാനറ്റ്സ് ഈസ് എ സ്ഫെറിക്കൽ സെലസ്റ്റിയൽ ബോഡി. ഇതാണ് ഗോളാകൃതിയിലുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. ദാറ്റ് ഓർബിറ്റ് ദ സൺ. സൂര്യനെ ചുറ്റുന്ന ഗോളാകൃതിയിലുള്ള ഒരു ആകാശ ഗോളമാണ് ഇത് ഡാർക്ക് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹം. ഇറ്റ് ഈസ് മച്ച് സ്മാളർ ദാൻ എ പ്ലാനറ്റ്. ഒരു എന്താണ് ഗ്രഹത്തെക്കാളും ചെറുതാണ് ഈ കുള്ളൻ ഗ്രഹം എന്ന് പറയുന്നത്, ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അൺലൈക്ക് എ പ്ലാനറ്റ്, എ ഡാർക്ക് പ്ലാനറ്റ് ഹാസ് അതർ സൺ ഓർബിറ്റിംഗ് ബോഡീസ്. അതായത് നിയർ ഇറ്റ്. എന്താണ്? ഗ്രഹങ്ങളെ കൂടാതെ അൺലൈക്ക് എ പ്ലാനറ്റ്, എ ഡാർക്ക് പ്ലാനറ്റ് ഹാസ് അതർ സൺ ഓർബിറ്റിംഗ് ബോഡീസ്. അപ്പൊ ഗ്രഹങ്ങളെ കൂടാതെ ഈ എന്താണ് നമ്മുടെ ഈ കുള്ളൻ ഗ്രഹങ്ങൾക്ക് വേറെയും ബോഡികളുണ്ട്. സൂര്യനെ വരയ്ക്കുന്ന വേറെയും ബോഡികളുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദീസ് ബോഡീസ് കുഡ് ബി വെരി ലാർജ് റോക്സ്. അപ്പം റോക്സ്, അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഗ്രഹങ്ങളെ കൂടാതെ സൂര്യനെ വരയ്ക്കുന്ന വേറെയും ബോഡീസ് ഉണ്ടെന്ന് പറഞ്ഞു, സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ ലാർജ് റോക്സ്, അത് നമ്മുടെ ഇതിനെ പോലെ ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട്. ദിസ് ഈസ് ഹൗ ഡാർക്ക് പ്ലാനറ്റ് ഡിഫർ ഫ്രം പ്ലാനറ്റ്സ്. എന്താണ്? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രഹം എന്ന് പറഞ്ഞാൽ കുള്ളൻ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തേക്കാൾ എന്താണ് ഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഈ കുള്ളൻ ഗ്രഹങ്ങൾക്ക് ചുറ്റും എന്താണ് കുള്ളൻ ഗ്രഹങ്ങളെ പോലെ വേറെയും ബോഡീസ് നമ്മുടെ സൂര്യനെ അതിന്റെ കൂടെ വേറെയും ബോഡീസ് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. പ്ലൂട്ടോ വിച്ച് വാസ് കൺസിഡേർഡ് എ പ്ലാനറ്റ് ഫ്രം 1930 to 2006. അത് നമ്മൾ അന്ന് സ്റ്റഡി ചെയ്ത് പറയില്ലേ, പ്ലൂട്ടോ നമ്മൾ സോളാർ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ 9 ഗ്രഹങ്ങളായ പ്ലാനറ്റ് ആയിരുന്നു ആദ്യം. അത് പ്ലൂട്ടോയെ നമ്മൾ അന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. അപ്പൊ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹം ഡാർക്ക് പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞാണ് നമ്മൾ പുറത്താക്കിയത്. 1930 മുതൽ 2006 വരെ നമ്മൾ പ്ലൂട്ടോ എന്തായിരുന്നു? പ്ലാനറ്റ് ആയിരുന്നു. 2016 ശേഷം നമ്മൾ എന്ത് ചെയ്തു? പ്ലൂട്ടോയെ നമ്മൾ ഡാർക്ക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഈസ് നൗ കൺസിഡേർഡ് എ ഡാർക്ക് പ്ലാനറ്റ്. പ്ലൂട്ടോ ഇപ്പൊ എന്താണ്? ഒരു കുള്ളൻ ഗ്രഹമാണ്, ഒരു ഡാർക്ക് പ്ലാനറ്റ് ആണ്. സിറസ് ആൻഡ് എറിസ് ആർ ടു അതർ ഡാർക്ക് പ്ലാനറ്റ്. അപ്പൊ സിറസും എന്താണ് എറിസും അത് രണ്ടും ഇപ്പൊ എന്താണ്? പ്ലൂട്ടോയെ കൂടാതെ മറ്റ് രണ്ട് കുള്ളൻ ഗ്രഹങ്ങൾ ഡാർക്ക് പ്ലാനറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഡാർക്ക് പ്ലാനറ്റ്സ് ആണ് സിറസും എറിസും. അപ്പൊ എന്താണ് ഡാർക്ക് പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? കുള്ളൻ ഗ്രഹങ്ങൾ എന്താ? എ ഡാർക്ക് പ്ലാനറ്റ് ഈസ് എ സ്ഫെറിക്കൽ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഓർബിറ്റ് ദ സൺ. സൂര്യനെ വലംവയ്ക്കുന്ന ആകാശഗോളം ഇല്ലേ, ഗോളാകൃതിയിലുള്ള ഒരു ആകാശഗോളത്തെയാണ് നമ്മൾ ഡാർക്ക് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പ്ലൂട്ടോയെ ഇപ്പൊ നമ്മൾ എന്താണ് കുള്ളൻ ഗ്രഹത്തിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? സിറസും എറിസും രണ്ട് എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ ഡാർക്ക് പ്ലാനറ്റ്സ് ആണ്. അത് രണ്ടാമത്തെ സെലസ്റ്റിയൽ ബോഡി നോക്കേ, ആസ്ട്രോയിഡ്സ്. എന്താണ് ആസ്ട്രോയിഡ്സ്? Asteroids എന്ന് വെച്ചാൽ thousands of small celestial bodies revolve around the sun between the orbits of Mars and Jupiter. എന്താണ് ആസ്ട്രോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നത് അറിയാമോ? ചിഹ്ന ഗ്രഹങ്ങൾ. എന്താണ് അതിനെ വിളിക്കുന്നത്? ചിഹ്ന ഗ്രഹങ്ങൾ. അപ്പൊ എന്തിന്റെയൊക്കെയാണ് നമ്മൾ ചിഹ്ന ഗ്രഹങ്ങൾ എന്നാണ് ഈ ആസ്ട്രോയിഡ്സിനെ വിളിക്കുന്നത്. അതായത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റിലൂടെ അല്ലെ ആ ഒരു ഭ്രമണപഥത്തിലൂടെ അടുത്ത ഓർബിറ്റിലൂടെ നമ്മളെ സൂര്യനെ അറൗണ്ട് ചെയ്യുന്ന സ്മാൾ സെലസ്റ്റിയൽ ബോഡി, തൗസൻഡ്സ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയുന്നത്? എന്താണ് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഭ്രമണപഥത്തിൽ കൂടി സൂര്യനെ വലംവയ്ക്കുന്ന തൗസൻഡ്സ് ഓഫ് സ്മാൾ സെലസ്റ്റിയൽ ബോഡീസിനെ അല്ലേ, തൗസൻഡ്സ് ഓഫ് സ്മാൾ ചെറിയ ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. കൂടെ പറയാം, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഭ്രമണപഥത്തിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടിയുള്ള ഭ്രമണപഥത്തിൽ ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെയും മാർസിന്റെയും ഇടയിലുള്ള ഭ്രമണപഥത്തിലൂടെ എന്ത് ചെയ്യുന്നു? സൂര്യനെ ചുറ്റുന്ന തൗസൻഡ്സ് ഓഫ് സ്മാൾ സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് വിളിച്ചത്. എന്താ ആസ്ട്രോയിഡ്സ് നോക്കിയേ? thousands of small celestial bodies revolve around the sun between the orbits of Mars and Jupiter. These are called asteroids or minor planets. അപ്പോൾ ഇതിനെ നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിച്ചു ഇല്ലേ, ചെറിയ ഗ്രഹങ്ങൾ മൈനർ പ്ലാനറ്റ് എന്ന് വിളിച്ചു. Many astronomers believe that asteroids are fragments of planets which explode a long time. അപ്പം ചില
എന്താണ് ഭൂരിഭാഗം ആസ്ട്രോണമേഴ്സ് വിശ്വസിക്കുന്നത് എന്താണ്? എന്താണ് ആസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു വലിയ ഗ്രഹം പൊട്ടിത്തെറിച്ചുണ്ടായ എന്താണ് ആ പൊട്ടിത്തെറിച്ചുണ്ടായ ഗ്രഹത്തിന്റെ ശകലങ്ങളാണെന്ന് ഈ ആസ്ട്രോണമേഴ്സ് എന്നാണ് മെജോറിറ്റി ഓഫ് ആസ്ട്രോണമേഴ്സും ബിലീവ് ചെയ്യുന്നത്. എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഗ്രഹം പൊട്ടിത്തെറിച്ചതിന്റെ ചെറിയ ശകലങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഡാർക്ക് പ്ലാനറ്റ്സ് എന്താണെന്ന് പഠിച്ചു അല്ലെ? രണ്ടാമത് നമ്മൾ ആസ്ട്രോയിഡ്സ് എന്താണെന്ന് പഠിച്ചു. ആസ്ട്രോയിഡ്സ് എന്താണ്? തൗസൻഡ്സ് ഓഫ് സ്മാൾ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ ബിറ്റ്വീൻ ദ ഓർബിറ്റ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. അപ്പൊ മാർസിനും ജൂപ്പിറ്ററിന്റെ ഇടയിലുള്ള ഓർബിറ്റിലൂടെ നമ്മളെ സൂര്യനെ വലിവയ്ക്കുന്ന എന്താണ് തൗസൻഡ്സ് ഓഫ് സ്മാൾ സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ മൈനർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത മൂന്നാമതാണ് പഠിക്കുന്നത് മീറ്ററോയിഡ്സ്. എന്താണ് മീറ്ററോയിഡ്സ്? മൂന്നാമത്തെ അതർ സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ മൂന്നാമത് പഠിക്കുന്നതാണ് മീറ്ററോയിഡ്സ് എന്ന് പറഞ്ഞു. നോക്കിക്കേ, സ്മാൾ പീസസ് ഓഫ് റോക്ക് ആൻഡ് ഡസ്റ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ. എന്താണ് ചെറിയ പീസിലുള്ള റോക്സും കഷ്ണങ്ങളും പൊടിയെല്ലാം എന്ത് ചെയ്യുന്നു? സൂര്യനെ റിവോൾവ് ചെയ്യുന്നു. They are called meteoroids. അല്ലെങ്കിൽ എന്താണ് ധൂമകേതുക്കൾ. മീറ്ററോയിഡ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ. ധൂമകേതുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? സ്മാൾ പീസസ് ഓഫ് റോക്സ് ആൻഡ് ഡസ്റ്റ് എന്ത് ചെയ്യുന്നു? റിവോൾവ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. They are called meteoroids. അതിനെയാണ് നമ്മൾ മീറ്ററോയിഡ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് മീറ്ററോയിഡ്സ്? സ്മാൾ പീസസ് ഓഫ് റോക്സ് ആൻഡ് ഡസ്റ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ. They are called meteoroids. When meteoroids enter the earth atmosphere, they start burning. അപ്പോൾ ഈ meteoroids എന്താ ചെയ്യുന്നത്? ധൂമകേതുക്കൾ നമ്മൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്കും അത് കത്താൻ തുടങ്ങും. ആ ധൂമകേതുക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കത്താൻ തുടങ്ങും. ഇവിടെ വരുമ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ they start burning. These burning pieces cause a flash of light as they fall. ചിലർ എന്ത് ചെയ്യും? അങ്ങനെ കത്തി അതങ്ങ് ഭൂമിയിലേക്ക് പതിക്കും, അല്ലെങ്കിൽ അത് കത്തി അങ്ങ് പോകും. And we call them shooting the flash of their part. And we call them shooting stars of meteors. Most meteors burn up completely by fire. അപ്പൊ അങ്ങനെ ഒരു എന്താണ് കത്തി അങ്ങനെ വീഴുന്നത് അത് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? These burning pieces cause a flash of light as they fall. അപ്പൊ അത് വീഴുമ്പോൾ അതെന്താണ് കത്തിയില്ല, അല്ല എന്താണ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഇപ്പൊ ലൈറ്റോട് പ്രകാശത്തോടു കൂടി അത് കത്തിയൊക്കെ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് മീറ്ററോ ബേൺ അപ്പ് കംപ്ലീറ്റ്ലി ബൈ ഫയർ. ഇപ്പം മിക്ക എന്താണ് അങ്ങനെയുള്ള ആ ഒരു കത്തുമ്പം മിക്കതും എന്താണ് കത്തിയൊക്കെ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കത്തിയിട്ടാണ് താഴേക്ക് പതിക്കുന്നത്. A meteor that survives its fall and hits the ground is called meteoroid. എന്താണ്? അതായത് എന്താണ് നമ്മുടെ ഈ മീറ്ററോയിഡ്സ് എന്ന് വെച്ചാൽ ഉൽക്കാശിലയാണ് കേട്ടോ. ഉൽക്കകളാണ് മീറ്ററോയിഡ്സ്. ധൂമകേതുക്കളല്ല. മീറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാല് ഉൽക്കകളാണ്. അപ്പൊ ഈ ഉൽക്കകൾ എന്താണെന്ന് പറഞ്ഞത്? ഉൽക്കകളാണ് മീറ്ററോയിഡ്സ്. സ്മാൾ പീസസ് ഓഫ് റോക്ക് ആൻഡ് ഡസ്റ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ. അപ്പം മീറ്ററോയിഡ്സ് എന്താണ്? സ്മാൾ പീസസ് ചെറിയ എന്താണ് പീസസ് ഓഫ് റോക്കും ഡസ്റ്റും നമ്മുടെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് മീറ്ററോയിഡ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ എന്ന് പറഞ്ഞത്. അപ്പം they are called meteoroids. When meteoroids enter the earth atmosphere, they start burning. അത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് കത്താൻ തുടങ്ങും. ചിലർ എന്തോ ചെയ്യും? വീഴുന്നതിന് മുമ്പ് ഫ്ലാഷ് ചെയ്യുന്നത്, അതായത് അത് കത്തി മിന്നി എന്തോ ചെയ്യും? ഭൂമിയിലേക്ക് പതിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ചിലർ എന്തോ ചെയ്യും? ചിലർ ഇങ്ങനെ സർവൈവ് ഇറ്റ്സ് ഫോൾ ആൻഡ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ് കൾഡ്. ചില മീറ്ററുകൾ എന്താണ് ചെയ്യുന്നത്? കത്താതെ തന്നെ എന്തോ ചെയ്യും? കത്തി തീരുന്നതിന് മുമ്പ് തന്നെ ഫോൾ ചെയ്യും, പതിക്കില്ല, താഴേക്ക് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഉൽക്കാശില മീറ്ററോയിഡ് എന്ന് പറയുന്നത്. എന്താണ് ഉൽക്കാശില? മീറ്ററോയിഡ് എന്താണ്? എ മീറ്റർ that survive its fall and hits the ground is called a meteoroid. അതായത് എന്താണ്? കത്തി തീരുന്നതിന് മുമ്പ് തന്നെ അതെന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. കത്തിക്കൊണ്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നതിനാണ് ഉൽക്കാശില അല്ലെങ്കിൽ മെട്രോയിഡ് എന്ന് പറയുന്നത്. A large meteoroid create a crater where it is fall. എന്താണ്? ഇങ്ങനെ ലാർജ് ലാർജ് മെട്രോയിഡ് പതിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു എന്താണ് ഒരു ഗർത്തം ക്രിയേറ്റ് ചെയ്യുന്നു. About 50,000 years ago, a meteoroid created a huge crater called the Meteor Crater in Arizona, USA. അപ്പോൾ എങ്ങനെ 50,000 years കഴിഞ്ഞപ്പോൾ അതായത് about 50,000 years മുമ്പായിരുന്നു എന്ത് അമേരിക്കയിലെ USA അരിസോണയിൽ ഒരു ഗർത്തം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അന്നാണ് 50,000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു.
പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്യും, ഈ മീറ്ററോയിഡ്സ് നമ്മളെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കത്താൻ തുടങ്ങും. അങ്ങനെ കത്തി തീർന്നിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അല്ലാതെ കത്തി തീരുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മെട്രോയിഡ് എന്ന് പറഞ്ഞത്. അതായത് എന്താണ് മെട്രോയിഡില്ലെങ്കിൽ ഉൽക്കാശില. അപ്പൊ ഇങ്ങനെ ഈ ഉൽക്കാശില വീണിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, വലിയ ഗർത്തം ക്രിയേറ്റ് ചെയ്യും, ഉണ്ടാവും. ഉൽക്കാശില മെട്രോയിഡ് വീണിട്ട് ഉൽക്കാശില വീണിട്ട് അവിടെ വലിയ ഗർത്തം ഉണ്ടാവും. അപ്പം ഇപ്പൊ എപ്പോഴാണ് ഈ ഗർത്തം ഉണ്ടായെന്ന് വെച്ചാൽ അമേരിക്കയിൽ 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഉൽക്കാശില വീണിട്ടൊരു ഗർത്തം ഉണ്ടായത്, അമേരിക്കയിലെ അരിസോണയിൽ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന അതർ സെലക്ഷൻ കൂടിയാണ് കോമറ്റ്സ്. ഇതാണ് കോമറ്റ്സ്. കോമറ്റ്സ് ആണ് ധൂമകേതുക്കൾ കേട്ടോ. കോമറ്റ്സ് എന്താണ്, ധൂമകേതുക്കൾ. ഓക്കെ, കോമറ്റ്സ് ആർ among the most beautiful sights in the solar system. സോളാർ സിസ്റ്റത്തില് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, കോമറ്റ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കളാണ്. They revolve around the sun in long elliptical orbits. എന്താണ്, ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഈ കോമറ്റ്സ് നമ്മുടെ സൂര്യനെ വലം വയ്ക്കുന്നത്. When comets come near the sun, they start to glow. ഇപ്പൊ സൂര്യൻ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, തിളങ്ങാൻ തുടങ്ങുന്നു. Comets take years to complete their orbits. അപ്പൊ comets എന്താണ്, വർഷങ്ങൾ എടുക്കും ഈ സൂര്യനെ ഇങ്ങനെ ചുറ്റിത്തീരാൻ. Therefore we see them only after many years. അപ്പൊ അതുകൊണ്ട് തന്നെ ധൂമകേതുക്കളെക്കാൾ നമുക്ക് എന്ത് ചെയ്യും, many years, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി, അല്ലാതെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം എന്താണ്, ഇപ്പൊ സൂര്യനെ ചുറ്റി തീരാൻ കുറെ വർഷങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ധൂമകേതുക്കളെ കാണാനായിട്ട്. നോക്കിക്കേ, എന്താണ് കോമറ്റ്സ്? കോമറ്റ്സ് ആർ among the most beautiful sight in the solar system. They revolve around the sun in long elliptical orbit. അപ്പം ധാരാളം എന്താണ്, ഒരു വലിയ എന്താണ് വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ചുറ്റിയെടുക്കാൻ ധാരാളം വർഷങ്ങൾ വേണ്ടി വരും. അപ്പൊ ഇവ സൂര്യൻ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഗ്ലോ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ ഒരു ധൂമകേതുവിനെ കാണാൻ, കോമറ്റ്സിനെ കാണാൻ ധാരാളം വർഷം കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് ഇസ് എ വണ്ടർഫുൾ പ്ലേസ് അല്ലേ. നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സ്ഥലമാണ്. വി നോ വെരി ലിറ്റിൽ അബൌട്ട് എ ഡിസ്റ്റന്റ് മെമ്പേഴ്സ്. Each year scientists discover new facts about the universe which help us understand it better. എന്താണ്, ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും നമ്മുടെ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ശാസ്ത്രജ്ഞരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുവഴി നമുക്ക് എന്താ, അതെല്ലാം നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമാണ് അല്ലേ. എന്താണ് നമ്മൾ പറഞ്ഞത്, പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ പഠിച്ചത് പ്ലാനറ്റ്സിന്റെ മോഷൻ, 2 മോഷൻ, റെവല്യൂഷനും റൊട്ടേഷനും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്, നമ്മുടെ ഭൂമിയെ കുറിച്ച്. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു യൂണീക് പ്ലാനറ്റ് ആണ് സോളാർ സിസ്റ്റത്തിൽ അല്ലേ. പിന്നെ നമ്മൾ എർത്തിൽ ലൈഫ് പോസിബിൾ ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് പഠിച്ചു. എന്തൊക്കെയാണ്, മോഡറേറ്റ് ടെമ്പറേച്ചർ, മിതമായ താപനില ഉണ്ടായിരിക്കണം, വാട്ടർ ലിക്വിഡ് ഫോം, വെള്ളം ലിക്വിഡ് ഫോമിൽ കിട്ടണം, ഫേവറബിൾ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറും ഫേവറബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായിരുന്നു ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഗ്രഹങ്ങളെ വലഞ്ഞിരിക്കുന്ന എന്താണ്, ഗ്രഹങ്ങളെ വലഞ്ഞിരിക്കുന്ന ആകാശഗോളങ്ങളാണ് സാറ്റലൈറ്റിന്റെ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത്. മൂണെന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഉപഗ്രഹം, സാറ്റലൈറ്റ് ആണ് മൂണെന്ന് പറഞ്ഞത്. നമ്മൾ പിന്നെ മൂണിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. മൂണിൽ തന്നെ നമ്മൾ ഫുൾ മൂൺ പഠിച്ചു, അല്ലെങ്കിൽ അമാവാസി, ന്യൂ മൂൺ അല്ലെങ്കിൽ എന്താണ്, ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണിമ, ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി. പിന്നെ നമ്മൾ എന്താണ്, ക്രസന്റ്, ചന്ദ്രക്കല, ചന്ദ്രക്കല വീണ്ടും വീണ്ടും വലുതായിട്ടാണ് എന്തുണ്ടാവുന്നത്, പോലെ ഫുൾ മൂൺ ഉണ്ടാവുന്നത് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ മൂണില് നമ്മൾ എന്താണ് പഠനം നടത്തിയതല്ലേ, മൂണിനെ കുറിച്ച് പഠനം നടത്താൻ ഒരുപാട് സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നില്ലേ, വിവരാസ്പദം അയച്ചുകൊണ്ടിരുന്നത്. 1969 ജൂലൈ 21 നമ്മൾ മൂണിലേക്ക് ഒരു സാറ്റലൈറ്റ് പോയി. എന്താണ് അത്, ഫസ്റ്റ് ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ്, നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണെന്നാണ് പഠിച്ചത്. എന്തായിരുന്നു നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് എർത്തിനെ അതുപോലുള്ള സെലസ്റ്റിയൽ ബോഡീസിനെ റിവോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉപഗ്രഹങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൊണ്ട് കുറെ യൂസസ് ഉണ്ട്. എന്താണ്, പിക്ചേഴ്സ് എടുക്കാം, ക്ലൗഡിന്റെയും ലാൻഡിന്റെയും പിക്ചർ എടുക്കാം. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെതർ ഫോർകാസ്റ്റ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ, TV ബ്രോഡ്ബാൻഡിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ സാറ്റലൈറ്റ്. അപ്പൊ ഇന്ത്യയുടെ ഏതാണ്, ഇൻസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ്, കൃത്രിമ ഉപഗ്രഹമാണ്. പിന്നെ അതർ സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ 4 സ്റ്റഡി ചെയ്തു. ഡാർക്ക് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഉള്ളഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു. മെട്രോയിഡ്സ് അല്ലെങ്കിൽ എന്താണ്, ഉൾക്കകളെ കുറിച്ച് പഠിച്ചു. പിന്നെ ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു. കോമറ്റ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. എന്തെങ്കിലും സംശയമുണ്ടോ മക്കൾക്ക്? പഠിച്ചതിന്റെ കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും പഠിച്ചതിന്റെ നോട്ട്സ്, ഇത്രയും പഠിച്ചതിന്റെ എല്ലാം കുറെ ക്വസ്റ്റ്യൻ ആൻസറും വീഡിയോയുടെ ക്ലാസ് ഇടുന്നുണ്ട്. അത്
അത് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് പറഞ്ഞ് പഠിച്ച് അതിൻ്റെ വോയിസ് മെസ്സേജും ആ നോട്ട്സ് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നില്ലേ? ഓക്കെ, നമുക്കിന്ന് കമ്പ്യൂട്ടർ പഠിക്കാം. കമ്പ്യൂട്ടറിൽ ടീച്ചർ ലെസൺ 1 പഠിപ്പിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസൺ 2 ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2008 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെസൺ 2 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2008. ഫസ്റ്റിലത്തെ നോക്കി ഇൻട്രൊഡക്ഷൻ എന്താണ്? ആമുഖം. ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷോർട്ട് ഫോം ഓഫ് OS. An operating system, short form of OS. An operating system is a set of software that manages computer hardware, stores and provides common service for computer programs. An operating system is a set of software that manages computer hardware, resource and provides common service for computer programs. ഓക്കെ, ഹാർഡ്വെയറിനെ ഉറവിടങ്ങൾ നിയന്ത്രിക്കുകയും കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുകൾക്കായി പൊതുവായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൽ എന്താണ്? ഹാർഡ്വെയറിലെ വിവരങ്ങൾ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിലെ ഉറവിടങ്ങൾ നിയന്ത്രിക്കുകയും പ്രോഗ്രാമുകളെ പൊതുവായ സേവനങ്ങൾ നൽകുകയും ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രാമുകളുടെ പൊതുവായ നിയന്ത്രണങ്ങളും സേവനങ്ങളും ഒക്കെ നൽകുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർഡ്വെയറിലെ ഉറവിടങ്ങൾ നിയന്ത്രിക്കുകയും കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുകളായ പൊതുവായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. The operating system is a virtual component of the system. Software is computer system. The operating system is a virtual component of a system software in a computer system. The operating system is a virtual component of the system software in a computer system. Okay. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സുപ്രധാന ഘടകമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു സുപ്രധാന ഘടകമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സുപ്രധാന ഘടകമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സുപ്രധാന ഘടകമാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിക്വയർഡ് ആൻഡ് operating system of function. Application programs require an operating system to function. Application programs require an operating system to function. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. നീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം. നീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം. In earlier days, user had to design the application according to the internal structure of the hardware. In earlier days, user had to design the application according to the internal structure of the hardware. In earlier days, user had to design the application according to the internal structure of the hardware. മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ ആന്തരിക ഘടന അനുസരിച്ച് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ആപ്ലിക്കേഷന്റെ ആന്തരിക ഘടന
മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ ആന്തരിക ഘടന അനുസരിച്ച് എന്ത് ചെയ്തു ആപ്ലിക്കേഷനുകൾ രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. മുൻ ദിവസങ്ങളിൽ എന്ത് ചെയ്തു ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ ആന്തരിക ഘടന അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വന്നു പ്രോഗ്രാം ആപ്ലിക്കേഷൻസ് രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ ആന്തരിക ഘടന അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വന്നു ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. മുൻ ദിവസങ്ങളിൽ ഉപഭോക്താവിന് ഹാർഡ്വെയറിന്റെ ആന്തരിക ഘടന അനുസരിച്ച് എന്ത് ചെയ്തു ആപ്ലിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു, രൂപകൽപ്പന ചെയ്യേണ്ടി വന്നു. ഓക്കെ, operating system was needed to enable the user to design the application with considering the details of the computer's internal structure. അതായത് കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഘടനയുടെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ എന്താ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യാൻ ഉപഭോക്താവിനെ പ്രാപ്തമാക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഘടന വിശദീകരിക്കാതെ എന്ത് ചെയ്യാം കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഘടനകളൊന്നും വിശദീകരിക്കാതെ എന്ത് ചെയ്യാം പരിഗണിക്കാതെയും ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം രൂപകൽപ്പന ചെയ്യാനായിട്ട് ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഘടന വിശദീകരിക്കാതെയും പിന്നെ അതുപോലെ തന്നെ എന്താണ് ആപ്ലിക്കേഷനുകളൊക്കെ എന്താണ് രൂപകൽപ്പന ചെയ്യാനായിട്ട് ഉപഭോക്താവിനെ പ്രാപ്തമാക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ആന്തരിക ഘടനയുടെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ ആപ്ലിക്കേഷൻ എന്താ രൂപകൽപ്പന ചെയ്യുന്നതിന് ഉപഭോക്താവിനെ എന്താ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ജനറൽ ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ ട്രാൻസ്പെറന്റ് ടു ദ യൂസർ. In general, the boundary between the hardware and software is transparent to the user. In general, the boundary between the hardware and software is transparent to the user. അതായത് പൊതുവെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിർത്തി ഉപഭോക്താവിന് സുതാര്യമാണ്. പൊതുവെ എന്താണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിർത്തി ഉപഭോക്താവിന് എന്താണ് സുതാര്യമാണ്. പൊതുവെ എന്താ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിർത്തി എന്താണ് ഉപഭോക്താവിന് സുതാര്യമാണ്. പൊതുവെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള അതിർത്തി എന്താണ് ഉപഭോക്താവിന് സുതാര്യമാണ്. അടുത്ത് നോക്കിയാൽ വർക്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത് എന്താണ് വർക്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വർക്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. വർക്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ദ കമ്പ്യൂട്ടർ. മനുഷ്യൻ കമ്പ്യൂട്ടറും തമ്മിലുള്ള എളുപ്പമുള്ള ഇടപെടൽ. മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള എളുപ്പമുള്ള ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് ദ കമ്പ്യൂട്ടർ. മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള എളുപ്പമുള്ള ഇടപെടൽ. Starting computer operating automatically when power is turned on. Starting computer operation automatically when power is turned on. Starting computer operation automatically when power is turned on. അതായത് പവർ ഓൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം യാന്ത്രികമായി ആരംഭിക്കും. പവർ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം യാന്ത്രികമായി ആരംഭിക്കുന്നു. പവർ ഓൺ ചെയ്യുമ്പോൾ എന്താ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം യാന്ത്രികമായി ആരംഭിക്കുന്നു. Loading the scheduling users program. Loading the scheduling users program. Loading and scheduling users program. അതായത് ഉപഭോക്താക്കളുടെ പ്രോഗ്രാം ലോഡ് ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ പ്രോഗ്രാം ലോഡ് ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ പ്രോഗ്രാം എന്താ ലോഡ് ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. Controlling input and output. Controlling input and output. Controlling input and output. നിയന്ത്രണ ഇൻപുട്ടും ഔട്ട്പുട്ടും. Controlling input and output. നിയന്ത്രണ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അടുത്ത നോക്കിക്കേ controlling program controlling program execution. Controlling program execution. Controlling program execution. Controlling program execution. അടുത്ത നോക്കിക്കേ managing use of main memory. Managing use of main memory. Managing use of main memory. അതായത് പ്രധാന മെമ്മറിയുടെ ഒരു മാനേജിങ് ഉപയോഗം. പ്രധാന മെമ്മറിയുടെ ഒരു മാനേജിങ് ഉപയോഗമാണ് എന്തെന്ന് പറയുന്നത് മാനേജിങ് യൂസ് ഓഫ് മെയിൻ മെമ്മറി. പ്രധാന മെമ്മറിയുടെ ഒരു മാനേജിങ് ഉപയോഗമാണ് മാനേജിങ് യൂസ് ഓഫ്
മെയിൻ മെമ്മറി. അടുത്ത നോക്കിക്കേ, പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഓഫ് യൂസർ പ്രോഗ്രാം. പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഓഫ് യൂസർ പ്രോഗ്രാം. പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഓഫ് യൂസർ പ്രോഗ്രാം, അതായത് ഉപഭോക്താക്കൾക്ക് സുരക്ഷ നൽകുന്ന പ്രോഗ്രാം. ഉപഭോക്താക്കൾക്ക് സുരക്ഷ നൽകുന്ന പ്രോഗ്രാമാണ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു യൂസർ പ്രോഗ്രാം. പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു യൂസർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് എന്താ സുരക്ഷ നൽകുന്ന പ്രോഗ്രാമാണ്. അടുത്ത നോക്കിക്കേ, കമൻസ്, അതായത് ഘടക നിയന്ത്രണം. ഘടക നിയന്ത്രണം. കൺട്രോൾ പ്രോഗ്രാംസ്, നിയന്ത്രണ പരിപാടികൾ. കൺട്രോൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺട്രോൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണ നടപടികൾ. കൺട്രോൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രണ നടപടികൾ. കൺട്രോൾ പ്രോഗ്രാംസ് കൺട്രോൾ ആൻഡ് മെൻഷൻ ദ ഓപ്പറേറ്റിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. കൺട്രോളിംഗ് പ്രോഗ്രാംസ് കൺട്രോൾ ആൻഡ് മെൻഷൻ ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കൺട്രോൾ പ്രോഗ്രാംസ് കൺട്രോൾ ആൻഡ് മെൻഷൻ ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അടുത്ത നോക്കിക്കേ, ഇൻഷ്യൽ പ്രോഗ്രാംസ് ലാഡർ IPL. പ്രോഗ്രാം ഇൻ ദ ഫോം ഓഫ് firmware software stored in ROM. Intel programs ladder IPL program in the form of firmware software stored in ROM. Okay, program loader ആണ് IPL, അതായത് internal program loader. program loader. Okay, ഒരു പ്രാരംഭ പ്രോഗ്രാം ലോഡർ. അടുത്തത് പ്രോഗ്രാം ഇൻ ദ ഫോം ഓഫ് ഫേംവെയർ, അതായത് പ്രോഗ്രാം ഫേംവെയർ രൂപത്തിൽ. പ്രോഗ്രാം എന്ന് പറയുന്നത് ഫേംവെയർ രൂപത്തിലാക്കുന്നു. സോഫ്റ്റ്വെയർ സ്റ്റാർട്ടഡ് ഇൻ റോം, അതായത് സോഫ്റ്റ്വെയർ എന്താ? റോമിൽ സംഭരിക്കുന്ന സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താ? റോമിൽ സംഭരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അടുത്തത് computer on the electronic chip is automatically activated and IPL reads the boot sector routine BSR which resides in the primary memory. Okay, computer on the electronic chip is automatically activated and IPL reads the boot sector routine BSR which resides in the primary memory. Computer on the electronic chips is automatically activated and IPL reads the boot sector routine BSR which resides the primary memory. അതായത് കമ്പ്യൂട്ടർ ഓൺ ആയപ്പം ഇലക്ട്രോണിക് ചിപ്പ് എന്ത് ചെയ്യുന്നു? യാന്ത്രികമായി സജ്ജമാവുകയും കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ എന്താ? ഇലക്ട്രോണിക് ചിപ്പ് എന്താവുന്നു? യാന്ത്രികമായി എന്താവുന്നു? സജ്ജമാകുന്നു. കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ഇലക്ട്രോണിക് ചിപ്പ് യാന്ത്രികമായി സജ്ജമാവുകയും IPL പ്രാഥമിക മെമ്മറിയിൽ വസിക്കുന്ന ബ്യൂട്ട് സെക്ടർ, പ്രാഥമിക മെമ്മറിയിൽ വസിക്കുന്ന ബ്യൂട്ട് സെക്ടർ പതിവ് എന്താ? BSR വായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത നോക്കിക്കേ, സിസ്റ്റം സർവീസ് പ്രോഗ്രാം. സിസ്റ്റം സർവീസ് പ്രോഗ്രാം, അതായത് സിസ്റ്റം സേവന പരിപാടി. സിസ്റ്റം സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സേവന പരിപാടികൾ. സിസ്റ്റം സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സേവന പരിപാടികൾ. സിസ്റ്റം സർവീസ് പ്രോഗ്രാം. സിസ്റ്റം സർവീസ് പ്രോഗ്രാം എന്താ? സിസ്റ്റം സേവന പരിപാടികൾ. അടുത്ത നോക്കിയാൽ സപ്പോർട്ട് കൺട്രോൾ പ്രോഗ്രാം. സപ്പോർട്ട് കൺട്രോൾ പ്രോഗ്രാം ഒരു പിന്തുണ നിയന്ത്രണ പരിപാടി. സപ്പോർട്ട് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്തുണ നിയന്ത്രണ പരിപാടി. അടുത്ത നോക്കിയേ, ഡിവൈഡഡ് ഇൻറ്റു 3 പോർഷൻസ്. ഡിവൈഡഡ് ഇൻറ്റു 3 പോർഷൻസ്, അതായത് ലിങ്കേജ് എഡിറ്റർ, ലൈബ്രറിയൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ സിസ്റ്റം. ഡിവൈഡഡ് ഇൻറ്റു 3 പോർഷൻസ് ഏതൊക്കെയാണ്? ലിങ്കേജ് എഡിറ്റർ ഉണ്ട്, ലൈബ്രറിയൻ ഉണ്ട്, എന്നാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ, ലിങ്കേജ് എഡിറ്റർ, ലൈബ്രറിയൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് നിയന്ത്രണ സംവിധാനം. ഇനി യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, MS-DOS, ഡെസ്ക് ഫോർമാറ്റ്, ബാക്കപ്പ്, ഫൈൻഡ്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻസ് ഓൺ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് നോക്കിയേ. ഓപ്പറേഷൻ ഓഫ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് നോക്കിക്കേ. ഓപ്പറേഷൻ ഓഫ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. Copy files and folders. Copy files and folders. Copy files and folders. Rename
മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. റിനെയിം മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്, അതായത് പേര് മാറ്റുക അല്ലെങ്കിൽ ഫയലുകളും ഫോൾഡറുകളും ഒന്ന് നീക്കുക. റിനെയിം മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. റിനെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് മാറ്റുക, അല്ലെങ്കിൽ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും എന്താ നീക്കുക, ഫയലുകളും ഫോൾഡറുകളും നീക്കുക. അതായത് മൂവ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകളും ഫോൾഡറുകളും നീക്കുക. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്, അതായത് ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. ഡിലീറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകളും ഫോൾഡേഴ്സുകളും എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇത്രയും മനസ്സിലായി. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു എന്നൂടെ പറഞ്ഞേ. ഇൻട്രൊഡക്ഷൻ പഠിച്ചു, നീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു, പിന്നെ എന്ത് പറഞ്ഞു, വർക്ക് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു. പിന്നെ അടുത്തെന്ത് പഠിച്ചു, കമ്പണൻസ് പഠിച്ചു, ഓപ്പറേഷൻ ഓഫ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് പഠിച്ചു ഇല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ ആ ടെക്സ്റ്റ് 3 times റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. സൈൻ ചെയ്തതിന് ശേഷം ആ ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ, താങ്ക് യു.